ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. കല്ലാ സൗഫ തഅലമൂന ثم كلا سوف تعلمون. كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ആധുനിക ലോകത്തെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ് അവന്റെ പ്രകടനപരത. ലോകത്തിന്റെ മുമ്പിൽ താൻ ആരൊക്കെയാണോ എന്ന് കാണിക്കുവാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയാണ് അനിവാര്യമായ ദുരന്തങ്ങളിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും, നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, നാം ഇന്ന് ഈ ലോകത്ത് ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, നാം ഇന്ന് ബാഹ്യമായും ആന്തരികവുമായി അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും ഒരു ഹേതു ഏത് എന്ന് ചോദിച്ചാൽ പ്രകൃതിക്കെതിരെ നാം വിരൽ ചൂണ്ടേണ്ടതില്ല. ഏതെങ്കിലും കാരണങ്ങൾ കണ്ടെത്താൻ നമ്മൾ വലിയൊരു ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതില്ല. അതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ തന്നെ ചെയ്തു കൂട്ടുന്ന അവന്റെ ജീവിതത്തെ ബാധിച്ചു പോയ ധീർണതകളാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിലേറ്റവും പ്രധാനമായി സമയമെന്ന് വളരെയേറെ വൈകിയത് കൊണ്ടും കൃത്യമായി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടും ആമുഖം ഞാൻ വളരെ വീട്ടി പറയുന്നില്ല. സൂറത്ത് തക്കാസുർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ചിന്തനീയമായ പാഠം. യഥാർത്ഥത്തിൽ ഈ സമയത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളുടെയും കാരണം അവൻ മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ ശ്രമിക്കുന്ന ഞാനാണ് വലുത്, എനിക്കുണ്ടാകുന്ന എന്റെ സമ്പത്തും എന്റെ മേൽവിലാസവും എന്റെ പ്രതാപവും എന്റെ പ്രൗഢിയും അതിൽ ഞാനാണ് ഒന്നാമനെന്ന് ലോകത്തെ അറിയിക്കുവാനുള്ള മനുഷ്യന്റെ മത്സര ബുദ്ധിയാണ് അവനിന്ന് അനുഭവിക്കുന്ന തീരാ ദുഃഖങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിനെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ തക്കാസുർ എന്ന് പരിചയപ്പെടുത്തി തന്നത്. എല്ലാ മനുഷ്യർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് വെളിയിൽ കാണാൻ കഴിയാത്ത ഒരു വലിയൊരു അസുഖമാണ് തക്കാസുർ. അൽഹാകുമുത് തകാസുർ എന്നതിൽ അല്ലാഹു പറയുന്ന തക്കാസുർ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയവനാണ് എന്ന് പെരുപ്പിച്ചു കാണിക്കുവാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭോഗപരത, അവന്റെ പ്രകടനപരത. ഞാനാണ് വലിയവൻ, എന്റെ മുകളിലേക്ക് ഒന്നുമില്ല, ഞാനാണ് അവസാനത്തെ വാക്ക് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുള്ള മനുഷ്യന്റെ മിഥ്യാബോധങ്ങൾ അവനെ എത്തിച്ചത് തീരാ ദുഃഖങ്ങളിലേക്കാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന് അടുത്ത സമയത്ത് നമ്മൾ കേരളത്തിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം പരവൂർ, കൊല്ലം ജില്ലയിലെ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട് അപകടമാണ്. 114 മനുഷ്യരെ കത്തിക്കരിച്ച് ചമ്പലാക്കിയ കേരള മനസാക്ഷിയെ നടുക്കി തെളിച്ച ആ ദുരന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തെ നാം അന്വേഷിച്ചു പോകുമ്പോ അവിടെ വെടിക്കെട്ട് നടത്തിയ 2 വെടിക്കെട്ട് ആശാന്മാർ തമ്മിലുള്ള മത്സര ബുദ്ധി, ആരാണ് കേരളത്തിലെ 1-ാം നമ്പർ വെടിക്കെട്ടുകാരനെന്ന് ലോകത്തോട് പറയുവാനുള്ള അവരുടെ പരസ്പരം പെരുപ്പം കാണിക്കുവാനുള്ള അവരുടെ മത്സരമാണ്. അവസാന 114 മനുഷ്യജന്മങ്ങളെ കത്തിക്കരിച്ച് ചാമ്പലാക്കി ഇനിയും 400ഓളം ആളുകൾ ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ചു കിടക്കുന്ന കേരളം നടുങ്ങിത്തെറിച്ച ദുരന്തത്തിന്റെ കാരണമെന്ന് പറയുമ്പോൾ ഇതാണ് അല്ലാഹു പറഞ്ഞത്, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എല്ലാവിധ പ്രയാസങ്ങളുടെയും കാരണം അവൻ ചെയ്യുന്ന പ്രവർത്തന വൈകല്യങ്ങളാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ഇന്ന് നാം അനുഭവിക്കുന്ന, ഞാൻ പറഞ്ഞത് ഇന്ന് നാം അനുഭവിച്ച ഒരു ദുരന്തം മുതൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഈ പ്രകൃതിയുടെ സംഹാര താണ്ഡവമടക്കം ചൂട് ഇത്രത്തോളം വർദ്ധിച്ച ഒരു കാലഘട്ടം ഒരു പഴമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നോട് ഈ അടുത്ത സമയത്ത് ഒരു വൃദ്ധം പറഞ്ഞത്, എനിക്ക് 80 വയസ്സായി, ഈ 80 വർഷത്തിനിടയിൽ ഇത്രത്തോളം ചൂട് കൊണ്ട് കേരളത്തിന്റെ മണ്ണ് പൊറുതിമുട്ടിയ ഒരു കാലാവസ്ഥ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. ഇന്നലെ സൂര്യാഘാതം വെച്ച് ഈ വർഷത്തെ കേരളം കണ്ട ഏറ്റവും വലിയ ചൂട് ഡിഗ്രിയിൽ രേഖപ്പെടുത്തപ്പെട്ട ദിവസമാണ് ഇന്നലെയും ഇനികാനും. ഇന്നലെ സൂര്യാഘാതം വെച്ച്
കോട്ടയം ജില്ലയിൽ ഒരു മനുഷ്യൻ പാടത്ത് നിൽക്കുമ്പോ സൂര്യന്റെ രശ്മികളെ അയാൾക്ക് സൂര്യാഘാതമേറ്റു. സൂര്യാഘാതമേറ്റ് പിടയുന്ന ആ മനുഷ്യനെ പോയി സഹോദരൻ തോളിന്റെ ഭാഗം സൂര്യന്റെ ചൂടുകളേറ്റ് തോളിന്റെ ഭാഗത്ത് നിന്ന് തൊലി അയാളുടെ കാല് വരെ മെല്ലെ ഉരിഞ്ഞു വന്നു എന്നാണ് ഇന്ന് രാവിലെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. സൂര്യന്റെ ചൂടുകളേറ്റ് മനുഷ്യന്റെ ഭാഗ്യമായ തൊലികൾ കോടിയുടെ തൊലി ഉരിക്കുന്നത് പോലെ, ആടിന്റെ തൊലി ഉരിക്കുന്നത് പോലെ ഉരിച്ചെടുക്കാൻ കഴിയുന്ന അവസ്ഥയിൽ പ്രകൃതി ഇങ്ങനെ സംഹാര താണ്ഡവമാടുകയാണ്. സൂര്യപ്രകാശം അല്ലാഹു നമുക്ക് പ്രകാശമായി തന്ന, നമുക്ക് വെളിച്ചമായി തന്ന, നമ്മുടെ സമയത്തിന്റെ അടിസ്ഥാനമായി നമുക്ക് നൽകിയ നിങ്ങൾക്ക് പ്രകാശമായി, നിങ്ങൾക്ക് സമയം കണക്കാക്കുന്നതിന്റെ അടിത്തറയായി അല്ലാഹു നമുക്ക് ഉപകാരമായി തന്ന സൂര്യൻ പോലെ സംഹാര താണ്ഡവമാടുമ്പോ കഴിഞ്ഞ ആഴ്ച നാം കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശമായ ലാത്തൂരിൽ വറ്റിപ്പോയ നദിയുടെ ഭാഗത്ത് മൺവെട്ടി കൊണ്ട് കുടിച്ചിട്ട് വെള്ളമുണ്ടോ എന്ന് നോക്കുന്ന ലാത്തൂരിലെ കർഷകന്റെ ഫോട്ടോ ഇന്ത്യ ടുഡേയിൽ ഒരു ഫോട്ടോയായി പ്രചരിച്ചു വന്നു. വറ്റിപ്പോയ പുഴയുടെ ഭാഗത്ത് ഇനി ജലത്തിന്റെ ഒരു കണികയുണ്ടോ എന്ന് മൺവെട്ടി കൊണ്ട് കുടിച്ചു നോക്കേണ്ട അവസ്ഥയിൽ മനുഷ്യൻ മാറിപ്പോകുമ്പോൾ ഒരു കാലത്ത് സുലഭമായി നമുക്ക് കിട്ടിയിരുന്ന ജലത്തിന്റെ സ്രോതസ്സുകൾ എവിടെ? ആ ജലം എവിടേക്കാണ് തിരിച്ചു പോയത്? എവിടേക്ക്, ഏത് ഭൂമിയുടെ അന്തർഭാഗത്തിലേക്കാണ് അതിനെ ആരോ വലിച്ചു കൊണ്ടുപോയ ജലസ്രോതസ്സുകൾ മാറിപ്പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോഴും ഈ പാഠങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സൂര്യാഘാതമേറ്റ് ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്തുനിന്ന് ചുമലിന്റെ ഭാഗത്തുനിന്ന് തൊലി പെരുവിരൽ വരെ ഊരിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ നരകത്തെ കുറിച്ച് പറഞ്ഞ ഒരായത്തുണ്ട്. നരകത്തിലേക്ക് ഞാൻ ഒരാളെ ഇട്ടുകഴിഞ്ഞാൽ നരകത്തിന്റെ തീനാളങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് ചൂടേൽപ്പിച്ച് അവസാനം അവന്റെ തൊലി ഉരിഞ്ഞുരിഞ്ഞ് താഴേക്ക് മാറി തൊലിയില്ലാത്തവർ മാംസമായിട്ട് അവൻ മാറുമ്പോ വീണ്ടും ആ ശരീരത്തിലേക്ക് തൊലിയിട്ട് കൊടുത്ത് ഞാൻ അവനെ നരകത്തിന്റെ ശിക്ഷ പരമാവധി രുചിപ്പിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നാളെ കത്തിക്കാളുന്ന നരകത്തെ ഈ ഭൂമിയിലെ ചൂടിനേക്കാൾ കോടി ശക്തിയുള്ള ചൂട് വരുന്ന നരകത്തിൽ അല്ലാഹു ഏത് ശിക്ഷയാണോ ഖുർആനിൽ പറഞ്ഞത് അതേ ശിക്ഷ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുമ്പോ അതേ ബീഭത്സമായ ഭാഗത്തോടെ അല്ലെങ്കിലും അതേ രൂപത്തോടെ നാം കാണുമ്പോ അപ്പോഴും മനുഷ്യന്റെ അഹങ്കാരത്തിനോട് കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒരു ഭാഗത്ത് നാം കാണുന്നത് സൂര്യാഘാതമേറ്റിട്ട് മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയി. ആ വാർത്തയുടെ തൊട്ടുതാടെ ഇന്ന് രാവിലെ പത്രം നോക്കിയാൽ നമുക്കറിയാം, ഭാര്യയുടെ അണിതെത്തിയ മാനഭംഗം ചെയ്ത് ഭാര്യയുടെ അണിതെത്തെ മാനഭംഗം ചെയ്തു എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ നരകത്തിന്റെ ശിക്ഷ അതേ ശിക്ഷ തന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അതേ ശിക്ഷ, തൊലി ഉരിഞ്ഞു പോകുന്ന ശിക്ഷ ഈ ഭൂമിയിൽ മനുഷ്യൻ നേരിൽ കാണുമ്പോ ആ വാർത്ത വായിച്ചിട്ട് ഇങ്ങനെ നടുങ്ങി തിരിച്ചിന്ന് രാവിലെ അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയുടെ അതേ പതിപ്പാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ താഴ്ഭാഗത്തിൽ വാർത്ത കണ്ടത് തന്റെ ഭാര്യയെ തന്റെ കൂട്ടുകാരനോട് നേരത്തെ പറഞ്ഞ് ഭാര്യയെ തന്റെ ഒരു കുട്ടിക്ക് വേണ്ടി ബലാത്സംഗം ചെയ്യിപ്പിച്ച ഒരു ഭർത്താവിന്റെ ചിത്രം എന്നതിന്റെ താഴെ കാണുന്നു. എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നറിയില്ല. പിശാചുക്കൾ വാർക്കുന്ന നേതാള നഗരം പോലെ ഈ ഭൂമിയിൽ പതിച്ചു പോകുമ്പോ ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ ശിക്ഷകളും വല്ലാതെ തലമുറ പോലെ പെയ്തിറങ്ങുമ്പോഴും മറുഭാഗത്ത് മുഖങ്ങളെ പോലും അതപ്പതിക്കുന്ന രീതിയിൽ അഹങ്കാരത്തിന്റെ രൂപമായി സ്വന്തം ഭാര്യയെ തന്റെ കൂട്ടുകാരനെ കൊണ്ട് ബലമായി ബലാത്സംഗം ചെയ്യുന്ന കൂട്ടുകാരൻ തന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുമ്പോ മറുഭാഗത്ത് ആ മുറിയിൽ ഉളുപ്പില്ലാതെ കൈയും കെട്ടി നിൽക്കുന്ന ഒരു ഭർത്താവിനെ നാം കാണുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഈ മനുഷ്യൻ എവിടേക്കാണ് പോയി തീരുന്നത് എന്ന്, ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അഹങ്കാരം ഇനി എവിടെയാണ് അവസാനിക്കുന്നതെന്ന്, ഇനി എന്നാണ് അവൻ നന്നാവാൻ കഴിയുന്നതെന്ന് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ വരുമ്പോ ഇതേവരെ ലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷകൾ ഒരു ഭാഗത്ത് പിടികൂടുമ്പോഴും ചാഞ്ചല്യമില്ലാതെ പിശാചിന്റെ വഴിയിലൂടെ നടന്നു പോകുന്ന ഞാനാണ് ഏറ്റവും വലിയത്, ഞാനാണ് ഏറ്റവും വലുത്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, എനിക്ക് ധാരാളം സന്താനമുണ്ട് എന്ന് മനുഷ്യൻ അഹങ്കാരത്തോടെ പറഞ്ഞ് നെഞ്ചുകിരിച്ചു നിൽക്കുമ്പോ അവനോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ തഖാബുരിലൂടെ സംസാരിക്കുന്നത്.
ഇവരോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് തകാസുർ അവതരിപ്പിച്ചത്. ഈ സൂറത്ത് തകാസുർ അവതരിപ്പിക്കാനുള്ള ഞാൻ ആദ്യം തന്നെ പറയാം, വെറുതെ ഒരു പ്രസംഗമല്ല. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കുറെയൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളുമാകണം. എവിടെയാണ് സൂറത്ത് തകാസുർ അവതരിപ്പിച്ചത്? ഇന്ന് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ സ്വഭാവം എന്താണോ അതേ സ്വഭാവത്തിൽ നടന്നുപോയ ജനതയുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തകാസുർ അവതരിപ്പിച്ചത്. സൂറത്ത് തകാസുറിന്റെ അവതരണം അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയാണ് ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത് എന്ന്. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന അധ്യായമാണ് സൂറത്ത് തകാസുർ. ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന അധ്യായമാണ് സൂറത്ത് തകാസുർ. ഈ സൂറത്ത് തകാസുർ അവതരിപ്പിക്കാനുള്ള കാരണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇങ്ങനെയാ പറ്റൂല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാറുകൾപ്പെട്ട 2 പ്രബലമായ ഗോത്രങ്ങൾ ബനു ഹാരിസും ബനു ഹർസും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങൾ ബനു ഹാരിസും ബനു ഹർസും. അതിലെ 2 ചെറുപ്പക്കാരെ തമ്മിൽ ഒരിക്കൽ തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായപ്പോൾ അവർ തർക്കമുണ്ടായി. ആ കാലഘട്ടത്തിലെ അറബികളുടെ പതിവ് അവർ ആദ്യം നാവ് കൊണ്ടാണ് വാക്യുദ്ധമാണ്, വാക്പയറ്റാണ് നടത്തുക. അതിൽ ബനു ഹാരിസിൽപ്പെട്ട അൻസാരിയായ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ, ഈ നാട്ടിലെ ഏറ്റവും ആയോധന വിദഗ്ധനായ, ഏറ്റവും ശരീര കുട്ടിയുള്ള, ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരൻ എന്റെ ഗോത്രക്കാരനാ. അപ്പോ മറുഭാഗത്ത് ബനു ഹർസുകാരൻ പറഞ്ഞു, അല്ല, 100 പേരെ ഒറ്റയ്ക്ക് എതിരിട്ടിട്ട് മലത്തിയടിച്ചു ഇല്ലാതി വീരൻ, അയാൾ എന്റെ ഗോത്രക്കാരനായിരുന്നു എന്ന് ഇയാൾ തിരിച്ചടിച്ചപ്പോ അവസാനം ഇവര് പരസ്പരം അങ്ങാടി നിന്ന് ആളുകളുടെ മധ്യത്തിൽ വെച്ച് ഓരോരുത്തരുടെ പേരിൽ അവര് പെരുമ നടിക്കുകയും അഹങ്കാരത്തോട് ഏറ്റവും നല്ല ഒട്ടക കൂട്ടങ്ങളുള്ളത് ഞങ്ങളുടെ ഗോത്രത്തിലുള്ള ആളുകൾക്കാണ്. അപ്പൊ ബനു ഹർസുകാരൻ പറഞ്ഞു, അല്ല, ഏറ്റവും ലക്ഷണമുള്ള പടക്കുതിരകൾ ഞങ്ങളുടെ ഗോത്രക്കാർക്ക്. ഇങ്ങനെ പറഞ്ഞവരുടെ വാക്പയറ്റുകൾ അതിർത്തി വിട്ടപ്പോ അവസാനം അവരുടെ വാക്പയറ്റുകൾ അവരെ വല്ലാതെ ആവേശഭരിതരാക്കിയപ്പോ അവര് 2 പേരും കൂടി അവിടെ നിന്ന് നേരെ ആ നാട്ടിലെ ആളുകൾ അവരുടെ പിതാമഹന്മാരെയും ഗോത്രക്കാരെയും മരിച്ചിട്ട് കബറടക്കുന്ന കബർസ്ഥാനിലേക്ക് അവർ പോയി. അവിടെ പോയിട്ട് ശവകുടീരത്തിൽ കിടക്കുന്ന കബറിൽ കിടക്കുന്ന മണ്ണിന്റെ അടിയിൽ മരിച്ചുപോയി എല്ലുകളും മണ്ണുകളുമായി പോയ കബറുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ബനു ഹാരിസിൽപ്പെട്ട ആള് പറഞ്ഞു, ഈ കബറിൽ കിടക്കുന്ന ആരെന്നറിയോ? അതെന്റെ പിതാവിന്റെ പിതാവാണ്. ഈ നാട്ടിലെ ഏറ്റവും യശസ്സുണ്ടായിരുന്ന, തലയെടുപ്പുണ്ടായിരുന്ന, ആരുടെ മുമ്പിലും എഴുന്നേറ്റ് നിന്ന പിതാവാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോ ബനു ഹർസുകാരൻ പറഞ്ഞു, അല്ല, ആ കബർസ്ഥാന മറുഭാഗത്ത് കിടക്കുന്ന ആരെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു, അവൻ ഞങ്ങളുടെ ഗോത്രക്കാരിയായിരുന്നു എന്ന്. അവസാനം അഹങ്കാരം പറഞ്ഞു കബറിൽ കിടക്കുന്ന പൂർവികന്മാരെ പോലെ വെച്ചിട്ട് അഹങ്കാരത്തിന്റെ പെരുമ നടിച്ചപ്പോ അവര് 2 പേരും ആ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിച്ചപ്പോ ആ സമയത്താണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അതാ ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാകുന്നത്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമയത്താണ് സൂറത്ത് അവതരിപ്പിക്കുന്നത്. നബിയെ, അങ്ങനെ മരിച്ചു കിടക്കുന്ന മൃതകുടീരങ്ങളുടെ ചാരത്ത് നിന്നിട്ട് മരിച്ചുപോയ ആളുകളെ കുറിച്ച് ഏറ്റവും വലിയ തക്കാസുർ പറയുന്ന അവരുടെ അഹങ്കാരവും അർത്ഥം കൊള്ളുന്ന അവരോട് ചോദിക്കും, നബിയെ, سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. തിരുദൂതനോട് പറയാണ്, നബിയെ,
ശവകുടീരങ്ങളെ മരിച്ചു പോകുന്നവരുടെ പേരുടെ ഊറ്റം കൊള്ളുന്നവരോട് ചോദിക്കും നബിയേ, ഏതുവരെയാണ് നിന്റെ ഈ അഹങ്കാരം നിലനിൽക്കുക? ഏതുവരെയാണ് നീ ജീവിതത്തിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ചു നടക്കുക? ഏതുവരെയാണ് നിന്റെ സമ്പത്തിന്റെ ഈ സന്താനങ്ങളെ പേരുടെ ഊറ്റം കൊണ്ടിട്ട് ആ ധാർമ്മികമായ പാതയിലേക്ക് വിളിക്കുമ്പോ, അവിടേക്ക് ക്ഷണിക്കുമ്പോ, ഞാനാണ് ജീവിതത്തിൽ ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ അഹങ്കാരത്തോട് ഏതുവരെയാണ് നിന്റെ ജീവിതത്തിന്റെ അഹങ്കാരം നിലനിൽക്കുന്നത്? പള്ളിക്കാട്ടിൽ നിന്നെ കൊണ്ടുപോയി അടക്കുന്നവര്, എന്റെ പള്ളിയുടെ മക്ബറ നീ സന്ദർശിക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാവാൻ, അവന്റെ ഹൃദയത്തിലെ പരിവർത്തനത്തിന് അനുരണനങ്ങൾ ഉണ്ടാവാൻ ഇതിനേക്കാൾ വലിയൊരു ചോദ്യമില്ല. ഏതൊരു മനുഷ്യനും അവന്റെ അവസാന ശ്വാസം നിലച്ചിട്ട് അവനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മരത്തിൽ കിടക്കുന്ന നിന്റെ കബർസ്ഥാനില് ഏത് സമയത്തും നിന്റെ കണ്ണുകൊണ്ട് കാണുന്നുവോ അതുവരെ അല്ലാതെ ഏതുവരെയാണ് നിന്റെ ഈ സഞ്ചാരം നിലനിൽക്കുക? ഏതുവരെയാണ് നിന്റെ വീരവാദം നിലനിൽക്കുക? ഏതുവരെയാണ് നിന്റെ ഈ സൗന്ദര്യം നിലനിൽക്കുക? ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് നിലനിൽക്കുക? ഏതുവരെയാണ് നിന്റെ അധികാരം, നിന്റെ പ്രതാപം, നിന്റെ പ്രൗഢി, നിന്റെ പെരുമ എല്ലാം ഏതുവരെയാണ്? എല്ലാത്തിനും ഒരവസാനത്തെ ബിന്ദുണ്ടേ, അതാണ് പള്ളിക്കാട്ടിൽ നിന്നെ കൊണ്ടുപോയി കബറടക്കുന്നവര് അതോടെ അവസാനിക്കുന്ന സ്പന്ദനങ്ങളാണ് ശരീരത്തിലുള്ളത്. അതേവരെ അവസാനിക്കുന്ന പ്രതാപമാണ് ജീവിതത്തിലെങ്കിൽ സഹോദരങ്ങളെ സൂറത്ത് തക്കാത്ത് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഏത് സമയത്താണോ മരണം വരുന്നതെന്നറിയാതെ എപ്പോഴാണ് അവനവന്റെ കബർസ്ഥാനിലേക്ക് അവനവനെ സന്ദർശനത്തിന് വേണ്ടി 4 പേരുടെ തോളിലേറി പോകുന്നതെന്നറിയാതെ ജീവിതത്തിന്റെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോ എങ്ങനെയാ നിനക്ക് ഈ അഹങ്കാരം നിലനിൽക്കുക? ഏത് സമയത്താണ് നിന്റെ ജീവിതത്തിന്റെ മക്ബറയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിയാതെ കേവലം ആകസ്മികതയുടെയും യാദൃച്ഛികതയുടെയും നടുവിലൂടെ നടന്നു പോകുന്ന മനുഷ്യ, ഇന്ന് നമ്മൾ രാവിലെ കണ്ടതാണല്ലോ. കോട്ടക്കരങ്ങാടിയിലൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോ വലിയൊരു വളവുണ്ട് NH ഹൈവേയിൽ. പലപ്പോഴും പാതിരാസമയത്ത് അതുവഴി യാത്ര ചെയ്യുമ്പോ ആ സമയത്തൊക്കെ ഞാനിരുന്ന് എന്റെ ഡ്രൈവർമാരോട് പറയാറുണ്ട്, മോനെ മെല്ലെ വണ്ടി ഓടിക്ക്, ഏറ്റവും വലിയ ഇറക്കമാണ്, കൂരിട്ടിലൊരു വലിയ വളവുമാ. ആ വളവിൽ തങ്ങളുടെ കൂട്ടുകാരുടെ നെടുമ്പാശ്ശേരിയിലേക്ക് യാത്രയെടുക്കാൻ പോയ 4 പേരുടേതാണ് 7 പേര് ഇന്നോവയിൽ സഞ്ചരിക്കുമ്പോ മുമ്പിൽ അതാ ടാങ്കർ ലോറി കടന്നു പോകുന്നു. അവിടെ കടന്നു പോകുന്ന കണ്ടെയ്നർ ലോറി ഒരു നിമിഷം ആ ലോറി ഒന്ന് ഓവർടേക്ക് ചെയ്യുന്നു. ലോറിയുടെ മുകളിൽ ഇരിക്കുന്ന ടൺകണക്കിന് ഭാരമുള്ള ഭീമാകാരമായ കണ്ടെയ്നർ എതിർവശത്തേക്ക് മറിയുന്നു. അവരേത് സമയത്ത് ഓവർടേക്ക് ചെയ്ത് ആ ലോറിയും ആ വാനും ഒരേ നേരത്തെത്തുമ്പോ ഈ ലോറി ഒരു ഹമ്പിൽ കയറുന്നു. അതിന്റെ കണ്ടെയ്നർ ഇളകി തലത്തോട്ട് ചെറിയുന്നു. ആ ടൺകണക്കിലെ കണ്ടെയ്നർ വാഹനത്തിന് മുകളിലോട്ട് വീണപ്പോ എയർപോർട്ടിലേക്ക് യാത്രയാക്കാൻ കൂട്ടുകാരനുമായി പോയവർ ചതഞ്ഞിറഞ്ഞ് വിട പറയുമ്പോ അവരെ യാത്രയേക്കാൻ ഇന്നവരുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആളുകൾ കൂടിയിട്ടുണ്ട്. അവരതാ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏത് സമയത്തും നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്തവരുണ്ട്. മരണമെന്ന മഹാമനുഷ്യ നീ ഓർത്തിട്ടല്ലാതെ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലം ജില്ലയിലെ പരവൂര് കുട്ടിങ്ങൾ ക്ഷേത്രത്തിന് വെടിക്കെട്ടപകടം നടക്കുമ്പോ 114 മനുഷ്യരെ കത്തിക്കരിച്ച് ചാമ്പലാക്കിയ വെടിക്കെട്ടപകടത്തിന്റെ വാർത്ത കേട്ട് 3ാമത്തെ ദിവസം ഞാൻ ഇവിടെ സന്ദർശിക്കാൻ പോകുമ്പോ ദേശവാസിയായ ഒരാളിനോട് ആ സമയത്ത് വിവരിച്ചു പറഞ്ഞത്, ഉസ്താദേ, ഞാനിവിടെ തലേ ദിവസം 8 മണിക്ക് വെടിക്കെട്ട് തുടങ്ങി, രാവിലെ 4 മണി വരെ ആ വെടിക്കെട്ട് കാണാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആ വെടിക്കെട്ടിന്റെ അപകടം നേരിട്ട് കണ്ട ഒരാൾ എന്റെ വീട്ടിൽ ഇന്ന് രാവിലെ പരവൂരിൽ നിന്നുകൊണ്ട് അവരവിടുത്തെ കഥകൾ പറഞ്ഞു തരുമ്പോ, പൊന്നുമോനെ, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ് ചിലപ്പോ ചില കഥകൾ തോന്നുമ്പോ ചോദിക്കുമ്പോ കേൾക്കാറുണ്ട്. അയാള് പറയാ, 4:30 മണിയാകുമ്പോഴാണ് അപകടം നടക്കുന്നത്. ആ സമയത്ത് 80% കരിമരുന്ന് കത്തി തീർന്നു കഴിഞ്ഞു. 20% കരിമരുന്നാണ് ബ്ലാസ്റ്റ് ചെയ്തത്. 4 മണിയായപ്പോ എന്റെ കൈകൾ പിടിച്ചിട്ട് എന്റെ മോനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വിശക്കുന്നു, ഉറക്കം വരുന്നു. മോനെ, അവസാനത്തെ വെടിക്കെട്ടിന്റെ കലാശക്കൊട്ട് നടക്കാൻ പോവുക.
5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പോവാ. അയാള് പറയാ എന്തിനെന്നറിയില്ല, ദൈവം എന്നെ നിർബന്ധിച്ചതാണോ എന്നറിയില്ല. എന്റെ മകൻ കൈ വെള്ളി കിടന്നിട്ട് കരഞ്ഞിട്ട് എനിക്ക് പോണമെന്ന് പറഞ്ഞപ്പോ എന്റെ മോനൊരു തള്ള വെള്ളം വാങ്ങി കൊടുക്കാൻ 500 മീറ്റർ ഞാൻ അവിടെ നിന്ന് മാറിയില്ല. ആകാശത്തേക്ക് തീപ്പന്തം വാരി വലിച്ചതുപോലെ വെടിക്കെട്ടിന്റെ കരിയും പുകയും ഉയരുമ്പോ 100 കണക്കിന് ആളുകളെ ചിതറിത്തെറിച്ചിട്ട് കൈകാലുകളെ ചിതറിത്തെടുക്കുമ്പോ ആ സമയത്ത് 500 മീറ്റർ ഞാൻ മാറി നിൽക്കുകയാ. ആരാണ് മരണത്തിൽ നിന്ന് എന്നെ വലിച്ചു മാറ്റിയതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാനവിടെ പോയപ്പോ എന്നോട് തൊട്ടടുത്തൊരു കിണറുണ്ട്. ആ ഭാഗത്തേക്ക് പോയപ്പോ ആളുകൾ പറഞ്ഞു സ്ഥാപേ അവിടേക്ക് പോകണ്ട. എന്താന്ന് ചോദിച്ചപ്പോ ആ ഭാഗത്ത് വലിയ ദുർഗന്ധമോ ചിതറിത്തെറിച്ച ഉടലില്ലാത്ത തലയുണ്ട്, തലയില്ലാത്ത ഉടലുകളുണ്ട്, കൈകാലുകളുണ്ട്. എത്രയോ ആളുകളുടെ കൈകാലുകളെ ചിതറിത്തെറിച്ചിട്ട് ആ കിണറ്റിൽ കിടന്ന് മനുഷ്യമാംസം പടുത്തുപോയ വല്ലാത്ത ദുർഗന്ധമോ. ആ വെടിക്കെട്ടിന്റെ ഭാഗത്ത് ഭീമാകാരമായ വെടിക്കെട്ടിന്റെ പുര തകർന്നിട്ട് ഭീമുകൾ കിടക്കുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞു സ്ഥാണ് ആ ഭീമിന്റെ അടിയിൽ 5 മനുഷ്യരാണ് ചതഞ്ഞിറങ്ങി കിടന്നത്. ആ ഭീമ വന്ന ശരീരത്തേക്ക് വീട് 5 പേര് ചതഞ്ഞിറങ്ങി കിടക്കുക. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ പ്രശാന്ത് വിട്ടേ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് ഇങ്ങനെ ഫോൺ വന്നിട്ട് 11 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് ദുരന്ത സ്ഥലത്ത് വൈദ്യുതി നഷ്ടപ്പെട്ടിരുന്നു. എന്നും മനുഷ്യമാംസം കത്തിക്കരിയുന്ന ഗന്ധമാണ്. രക്ഷപ്പെടുത്താൻ ഓടി ചെല്ലുമ്പോ ആരോ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു വലിക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കുമ്പോ തകർന്നടിഞ്ഞ ഭീമിന്റെ ഉള്ളിലെ ശരീരം മുഴുവനെ ചതഞ്ഞിറഞ്ഞൊരു ചെറുപ്പക്കാരൻ കാലിൽ പിടിച്ചിട്ട് സാറേ എന്നെ വിട്ടിട്ട് പോവല്ലേ, എന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ, എന്നെ ഒന്ന് തിരിച്ചു കിടത്തുമോ, എന്റെ ശരീരം ചതഞ്ഞിറഞ്ഞു പോയെന്നൊരു ചെറുപ്പക്കാരന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു വിളിക്കുമ്പോ എടാ ചെറുപ്പക്കാരാ, അതുവരെ അവൻ സ്വന്തമായി തിരിഞ്ഞു കിടന്നവനാണ്. അതേപോലെ അവൻ ജീവിതത്തിൽ നെഞ്ചു പിരിച്ചിട്ട് വെടിക്കെട്ട് കണ്ടു നിന്നവനാ. പക്ഷേ ഒരു ഭീമ വന്ന് ശരീരത്തിൽ വീണപ്പോ ഈ ജീവിതത്തിന്റെ തുള്ളിച്ചാട്ടങ്ങൾ എന്നെ ഒന്ന് തിരിച്ചു കിടത്തുമോ? ഓടിച്ചെന്നിട്ട് അയാളെ എടുത്തു മാറ്റ കഥ പറയുമ്പോ ആ ഭീമൊന്ന് മാറ്റാൻ 5 ശരീരങ്ങളെ അകത്ത് നിന്നെടുക്കാൻ ആദ്യത്തെ JCB ഒന്നും അനങ്ങുന്നില്ല, രണ്ടാമത്തെ JCB ഒന്നും അനങ്ങുന്നില്ല, 3 JCB ഒരേ സമയത്ത് അതിന്റെ ടീറ്റ് കൊണ്ടൊന്ന് പിടിച്ചപ്പോഴാ ആ ഭീമൊന്ന് കിടന്ന സ്ഥലത്ത് നിന്ന് മെല്ലെ ഒന്ന് അരങ്ങിയെടുക്ക്. ഞാൻ ഈ കഥ പറയുന്നത് എന്തിനെന്നറിയോ? 3 JCB ഒരേ സമയത്ത് പിടിച്ചിട്ട് മാത്രം അനക്കാണ്ടടിഞ്ഞ കോൺക്രീറ്റ് ഭീമ ആ വെടിക്കെട്ട് നടന്നപ്പോ അവിടെ നിന്ന് ആകാശത്തിലൂടെ പറന്നു പോയി 1.5 കിലോമീറ്റർ അകല് പരവൂർ ടൗണിൽ ബൈക്കിലോട്ട് കയറാൻ പോകുന്ന ചെറുപ്പക്കാരൻ. അയാൾ വെടിക്കെട്ട് കാണാൻ വന്നിട്ടില്ല. ആ ചെറുപ്പക്കാരൻ ബൈക്കിലോട്ട് കയറാൻ പോകുമ്പോ 3 JCBയുടെ ടീറ്റുകൾ പിടിച്ചിട്ട് അനങ്ങാത്ത കോൺക്രീറ്റ് ഭീമ 1.5 കിലോമീറ്റർ ആകാശത്തിലൂടെ പറന്നു ചെന്ന് നേരെ മെയിൻ റോഡിൽ ടാറിട്ട റോഡിൽ പോയി കുത്തി വീണ് അവിടെ നിന്ന് നേരെ തെറിച്ചിട്ടെതിരെയുള്ള കടയുടെ ഷട്ടറിൽ കൊണ്ടിട്ട് നേരെ തിരിച്ച് ആ ചെറുപ്പക്കാരന്റെ തല പൊട്ടിച്ച് തകർത്തുകൊണ്ട് പാതു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണം പറയുമ്പോ ഇതൊക്കെ മൂല്യാക്കന്മാര് പ്രബോധന പറയുന്നതാണെന്ന് നിസ്സാരതയോടെ കരുതുന്ന അഭിനവകാല സമൂഹമേ, 500 മീറ്റർ തൊട്ടടുത്ത് നിന്നവനോട് മരണത്തിന്റെ അര മിനിറ്റ് മുമ്പിലെത്തുമ്പോ നിന്റെ മരണത്തിന്റെ സമയമായിട്ടില്ല. 4 മാസത്തിൽ നിന്റെ ഉമ്മാടെ ഗർഭാശയത്തിന് കിടന്നപ്പോ ഞാൻ എഴുതി വെച്ച ആയുസ് തോന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചാൺ മരണത്തോടടുത്ത് നിന്നവനെ മകന്റെ രൂപത്തിൽ 500 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നവനെ നിന്റെ ആയുസ് തീർന്നവെന്ന് പറഞ്ഞു മരണത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ടുകൊണ്ട് ഏറ്റവും വലിയ ശക്തിയാരാ? ആ ശക്തിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനാണ് അല്ലാഹു എന്ന പരാശക്തിയെങ്കിൽ പടച്ചുറപ്പ് ചോദിക്കുകയാ, എന്തേ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? ഈ എല്ലാവിധ കമ്മാളിത്തരത്തിനും ഒരു അവസാനത്തെ ബിന്ദുണ്ട്. ആ ബിന്ദുവാണ് മരണം. പള്ളിക്കാട്ടിൽ നിന്നെ കൊണ്ടുപോയി അടക്കുന്നത് വരെ. അല്ലാഹുവിന്റെ ഖുർആൻ മനുഷ്യനോട് ഇങ്ങനെയാണ് സൂറത്ത് തകാസുർ അവതരിപ്പിക്കുന്നത്. ഏതുവരെ?
എവിടെ പോയാൽ ഇതിനൊരു അവസാനമുണ്ട്. അവസാനം നമ്മുടെ മുമ്പിൽ കാണുന്ന ആറടി മണ്ണ് ഇതിനപ്പുറത്തോട്ട്. ഇതാണ് സൂറത്ത് തക്കാസുറിന്റെ അവതരണ പശ്ചാത്തലം. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ, വെറുതെ വാദം പറയാനല്ല, ഇനി മരിക്കണവരെ സൂറത്ത് തക്കാസുർ മറക്കാൻ പാടില്ല. ഞാൻ പുതിയൊരു പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 114 പ്രസംഗങ്ങൾ, 114 സൂറത്തുകൾ. അതാവുമ്പോ ജനങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനം കിട്ടും. വലിയ സൂറത്താണെങ്കിൽ ആ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ചില പ്രമേയങ്ങളുണ്ട്. ഖുർആൻ നമ്മൾ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പോ അതിലെ 3ാമത്തെ പ്രഭാഷണമാണ് സൂറത്ത് തക്കാസുർ. ഇത് ജീവിതത്തിൽ 2 ദിവസം കൊണ്ടൊന്നും തീരൂല്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ പഠിക്കണം, പ്രാവർത്തികമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു സ്വീകരിക്കും. ആമീൻ പറയും മനുഷ്യന്മാരെ. ഖുർആൻ പഠിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ്. ഇത് ഗാനമേള കേൾക്കാൻ വന്നതല്ല, ഇത് ഖുർആൻ പഠിക്കാൻ വന്ന സദസ്സാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ദിവസം ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പിൽ ദർസ് എടുക്കുമ്പോൾ ഖുർആനിനെ ഞങ്ങളുടെ മുമ്പിൽ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന സാധാരണ സുബഹിക്ക് ശേഷമാ. ആ ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു, സഹാബാ എല്ലാവരും ഒരുമിച്ച് കൂടുക. ഹബീബായ നബിയുടെ മസ്ജിദ് നബവിയിലെ സഹാബത്തുകളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ദിവസം ഞങ്ങളുടെ മുമ്പിൽ സൂറത്തു തക്കാസുർ പാരായണം ചെയ്തു. അൽഹാകുമു തകാസുർ ഹത്താ സുറത്തുൽ മുഖാബിർ. ഏതുവരെയാണ് നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ അടയാളങ്ങൾ നിലനിൽക്കുക? അവനവനെ കൊണ്ടുപോയി 6 അടി മണ്ണിൽ അടക്കം ചെയ്യപ്പെടുന്നത് വരെ അതോടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാം അവസാനിച്ചില്ല മനുഷ്യ. ഈ സൂറത്തോടിയിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ ഫമന ബകാ ഫലഹുൽ ജന്നാ. ഈ സൂറത്ത് തക്കാസുർ കേട്ടിട്ട് ആരെങ്കിലും കരഞ്ഞാൽ എന്നെ ഈ ബമ്മേനാട് കേൾക്കാനിച്ച ഒരു ആളിനോടും പെണ്ണിനോടും അകലേന്ന് വന്ന കരളിന്റെ കച്ചനമായ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും ഞാൻ വെല്ലുവിളിക്കുന്ന ഏത് കാര്യത്തിലാണെന്നറിയോ? ഈ സമയത്ത് ഇൽമിന്റെ സദസ്സിൽ ഇരുന്നിട്ട് സൂറത്ത് തക്കാസുർ ഓതിട്ടൊന്ന് കരയാ. ഈ പ്രസംഗം എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ഒരാളുടെ കണ്ണിന്റെ ഉള്ളിൽ ഒരു തുള്ളി കണ്ണുനീരിപ്പോ വന്നാൽ അതിന്റെ അർത്ഥം അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഈമാനുണ്ടെന്നാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. സൂറത്ത് തക്കാസുറിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ഫമന ബകാ, ആരെങ്കിലും ഒന്ന് കരഞ്ഞാൽ ഫലഹുൽ ജന്നാ, അവന് സ്വർഗമുറപ്പാണ്, അവന് സ്വർഗമുറപ്പാണ്, അവന് സ്വർഗമുറപ്പാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കിട്ടുന്നത് ഏതമലിനാ? കോടികൾ സദഖ ചെയ്യാനല്ല, ചെറിയ പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ സദസ്സിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന സൂറത്ത് തക്കാസുറിന്റെ അർത്ഥം അറിയുമ്പോ അതോ തൊട്ടൊന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുറപ്പാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആർക്കെങ്കിലും ഒന്ന് കരയാൻ പറ്റോ? ഞാനെന്ന് ചോദിക്കട്ടെ, കബീർ വാക്കവി പ്രസംഗിച്ചിട്ട് കരയുമ്പോ, അതല്ലെങ്കിൽ പള്ളിയുടെ ഖത്തീബ് 27-ാം രാവിലെ ദുആ ചെയ്തിട്ട് കരയുമ്പോ, അതൊക്കെ കള്ളക്കണ്ണീരാ, അതൊക്കെ അവരുടെ തട്ടിപ്പാണ് വിലയിരുത്തുന്നവരോട് ഞാനൊന്ന് ചോദിക്കുകയാ, കരയാൻ പറ്റുമോ? പൊന്നുമോളെ, പൊന്നുമോളെ, നിനക്കൊന്ന് കരയാൻ പറ്റുമോ? എങ്ങനെയാ കരയേണ്ടതെന്നറിയോ? എന്റെ നിങ്ങളുടെ ഈ കണ്ണിൽ ഒരേ ഹോർമോണാണ്, ലൈസോസൈം എന്ന ഹോർമോൺ. ഒരേ കണ്ണുകളാ. ശാസ്ത്രം പറയുന്ന ലൈസോസൈം എന്ന ഹോർമോണിൽ നിന്ന് കണ്ണുനീരുണ്ടാകണമെങ്കിൽ അവന്റെ ഹൃദയത്തിലെ സങ്കടമെന്ന വികാരം ഉണ്ടാവണം. ആ വികാരം ഹൃദയത്തെ തട്ടുമ്പോഴാ കണ്ണുനീര് വരിക. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ടുപോയി കബറിലടക്കുന്ന സന്ദർഭമാണ് സൂറത്ത് തക്കാസുർ പറയാ. പള്ളിക്കാട്ടിൽ നിന്നെ അടക്കേണ്ട, നിന്നെ പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുന്ന കബറിനെ കുറിച്ച് ഓർത്ത്, എന്നിട്ട് നീ ആ കബറൊന്ന് കരേ. എന്നാ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗമുറപ്പാ.
കരയാകടിയോ കുഞ്ഞുങ്ങളെ. പണ്ടൊക്കെ ഞാൻ കോടിക്കണക്കിന് രൂപ പ്രസംഗിച്ചിട്ട് പിരിക്കുമ്പോൾ നിങ്ങളോട് ലക്ഷക്കണക്കിന് രൂപ ചോദിക്കാറുണ്ട്. ഇപ്പൊ വാക്കവി ചോദിക്കുന്നത് 1 ലക്ഷം രൂപ സനക്ക് തരുന്നതാണെന്നല്ല, ഒരു വളവൂരിയിട്ട് തരുന്നതാണെന്നല്ല. ഈ സദസ്സിലൊന്ന് കരയാകടിയുന്നതാരാ? അവനവന്റെ കണ്ണിലൂടെ ഇത് കേട്ടിട്ടൊന്ന് കണ്ണുനീര് വന്ന അവനവന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിലിട്ട് മൂടിയിടുന്നൊരവസ്ഥ കണ്ട എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ഇവിടേക്ക് വന്ന് എടപ്പള്ളി എത്തുമ്പോ അവിടെ വല്ലാതെ ട്രാഫിക് ബ്ലോക്കാണ്. 1.25 മണിക്കൂറാണ് വൈറ്റില മുതൽ എടപ്പള്ളി വരെ. അപ്പോഴൊക്കെ ഇബ്രാഹിം ആദ്യം വിളിക്കുന്നുണ്ട്, എവിടെ എത്തി ഭക്ഷണത്തിനെത്തില്ലേ? അപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ എടപ്പള്ളിയിലാ. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, കാണാതെ ആ സ്നേഹവാത്സല്യത്തോടെ എവിടെ എത്തി? അപ്പോഴും ഞാൻ പറഞ്ഞു എടപ്പള്ളി കഴിഞ്ഞതേയുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് എടപ്പള്ളിയിലാ. അവനെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോ പെട്ടെന്ന് ഞാൻ മൊബൈൽ ഒന്ന് ഡാറ്റ ഓൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് നോക്കി എന്നാ പുതിയ വാർത്തകൾ പ്രസംഗിക്കാൻ പോവുകയല്ലേ. അപ്പോഴാണ് കോട്ടക്കല്ല് നടന്ന അപകടത്തിന്റെ വീഡിയോ കാണുന്നത്. ഇന്നോവയില് സഞ്ചരിച്ചു പോകുന്ന ഒരേ സമയത്ത് ഇന്നോവ ചേർത്തെത്തുമ്പോ താങ്കൾ ലോറി അതാതെ ആ ഒരു ലോറി കണ്ടെയ്നർ പോയി അമ്പിലോട്ട് കയറുമ്പോ കണ്ടെയ്നർ നേരെ വാഹനത്തിലേക്ക് മറിയുന്നു. പോയവരെ യാത്രയേക്കാൻ വെള്ളത്തുണി വരുന്നു. ആ സമയത്ത് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുമ്പോ എടപ്പള്ളി ടോളിന്റെ ഭാഗത്ത് നീണ്ടു വാഹനങ്ങളുടെ നിരയുണ്ട്. എന്റെ വാഹനത്തിന്റെ മുൻഭാഗത്ത് കണ്ടെയ്നർ ലോറി കിടക്കുന്നുണ്ട്. ഞാൻ ഒത്തുപോയി ഉമ്മാന്റെ ഗർഭാശയത്തിൽ, എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാൻ കിടക്കുമ്പോ 4 മാസം പ്രായമുള്ളപ്പോ നീ എഴുതി വെച്ച എന്റെ ആയുസ് 1 നിമിഷം കൊണ്ട് അവസാനിക്കുമോ? ആ സമയത്ത് ഞാൻ എന്റെ പൊന്നുമക്കളോട് അത് പറയാ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എപ്പോഴാണ് വരുന്നവരെന്ന് കെട്ടിപ്പിടിച്ചു ചോദിച്ചിട്ട് അവളുടെ ഭാഷയിൽ എന്നോട് വാപ്പ എപ്പോ വരുമെന്ന് കെട്ടിപ്പിടിച്ചു മുത്തം നിന്നിറന്ന് എന്റെ 3 വയസ്സുകാരിയെ ഇറങ്ങി വരുമ്പോ കിണുങ്ങി കരഞ്ഞുകൊണ്ട് വാപ്പ പോവണ്ടെന്ന് പറഞ്ഞിട്ടുമ്മാന്റെ ഒക്കത്തേക്ക് മുഖം വിളിച്ച് കരഞ്ഞവള്, ഇതാർക്കാണ് നീ വിധിക്കുന്നതെന്നറിയില്ലല്ലോ. അപകടമറ്റൊരവസ്ഥയിൽ അഹമ്മദ് കബീറിനെ കുറിച്ച് കേട്ട പണച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വീട്ടില് കാത്തിരിക്കുന്ന ഭാര്യ മക്കളുടെ മുമ്പിൽ ചേതനയേറ്റ മയ്യത്ത് ചെല്ലുമ്പോ ആ സമയത്തിന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഭാര്യ പൊട്ടിക്കരയുമ്പോ, എന്റെ പൊന്നുമക്കള് പൊട്ടിക്കരയുമ്പോ ആ സമയത്തിന്റെ മക്കളോട് പൊന്നുമക്കളെ നിങ്ങളുടെ വാപ്പ എവിടെ? നിങ്ങളുടെ വാപ്പ നിങ്ങളെ ഇട്ടിട്ട് പോയോ എന്ന് ചോദിക്കുമ്പോ ഇല്ല മോളെ, ഇല്ല. നിങ്ങളുടെ വാപ്പ പോയാൽ നിങ്ങളുടെ വാപ്പ നിങ്ങൾ വരുന്നത് കാത്തിട്ടിരിക്കുന്നൊരു ലോകമുണ്ട്. അല്ലാഹു സ്വർണ്ണത്തിന്റെ കട്ടിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നൊരു ലോകത്തിലേക്ക് നിങ്ങളുടെ വാപ്പ പോകുന്നതെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാൻ കഴിയാത്ത ഒരാൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം അവന്റെ വായിൽ നിന്ന് വരുമെന്നാണ് കണക്ക്. 18 വർഷമായി വിനീതം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷത്തെ നിർത്താതെയുള്ള പ്രസംഗത്തിന്റെ കോടാനുകോടി അക്ഷരം പറഞ്ഞ ഈ നാവ് അന്ന് മോളെ ഒന്നെ വിളിക്കാൻ കൊതിക്കുമ്പോ എന്റെ നാവിൽ നിന്നൊരക്ഷരം പോലും വരാത്തൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ മറന്നുപോയോ? എന്തേ നിങ്ങളെ കബറിനെ മറന്നുപോയോ എന്ന് ഖുർആൻ ചോദിക്കുമ്പോ ഈ ആയത്ത് കേട്ടിട്ട് ആരെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞ അവന് സ്വർഗമുറപ്പാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നോക്കിക്കണ്ട് പറഞ്ഞിട്ട് ഈ കാണുന്ന കണ്ണുനീര്, ഈ കണ്ണ കണ്ണുനീര് ഇത് ഗ്ലിസറിൻ തേച്ച കണ്ണുനീരല്ല. ഈ കവിത്തടത്തിൽ വന്ന കണ്ണുനീര് ഗ്ലിസറിൻ തേച്ചിട്ട് കലങ്ങലല്ല. എന്റെ മരണത്തെ ഓർത്തിട്ട് എന്റെ കവളിൽ നിന്ന് കണ്ണുനീര് വന്നാൽ ആ ഈ സുരത്ത് കേട്ടിട്ട് കരഞ്ഞു പോയോ? അവന് സ്വർഗമുറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത്ര വലുതാണ് സുഹൃത്തിന്റെ കാഫർ. ഈ കണ്ണുനീര്, ഈ തുടക്കണ കണ്ണുനീര് ഗ്ലിസറിൻ തെച്ചിട്ട് കരഞ്ഞതല്ല. ആ സമയത്ത് അവൻ അവന്റെ ഹൃദയത്തിൽ അവന്റെ ഓർമ്മകൾ അപ്പോഴേ കരയാൻ പറ്റും.
വിവരക്കേട് പറഞ്ഞ് പഠിക്കണ്ട നമ്മൾ. അത് ആ കരച്ചില് പൊട്ടക്കരച്ചിലാന്ന് നമ്മളെ പറഞ്ഞ് പഠിക്കണ്ട. അത് നമ്മുടെ വേണ്ടാത്തരമാണ്. സാധുക്കളായ സൂഫികളിൽ നിന്ന് കരയും. ആ കരച്ചിൽ മറ്റുള്ളവരെ കളിപ്പിക്കാനുള്ള കരച്ചിലാന്ന് നമ്മൾ കരുതണ്ട. അത് നമ്മുടെ വിവരക്കേടാണ്. നിങ്ങളൊന്ന് കരഞ്ഞാൽ മതി. സൂറത്ത് തക്കാത്തത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ഇത് കേട്ട സഹാബത്ത് ഇനി കരയാൻ പറ്റാത്തവർ വിഷമിക്കണ്ട. ചിലര് കരയും, ചിലര് കരയില്ല. ഈ വലിയ വർത്താനം പറയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് കരയണ ആളെ, പെട്ടെന്ന് കരച്ചിൽ വരും. എന്ന ആളുകൾ എന്നെ കുറിച്ച് പറയണ നേരെ തിരിച്ചാണ്. പെട്ടവരോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ് കരയാത്ത സഹാബത്തിനോട് ഈ സൂറത്ത് തക്കാത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണേ. കരയുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടല്ലാതെ ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ പാടില്ല. അങ്ങനെ കരയുന്നത് പോലെ ഹൃദയത്തിൽ കണ്ണുനീര് വരുന്നത് പോലെ ഓതേണ്ട സൂറത്താണ് അല്ലാഹുമ്മ തകാസുർ ഹത്താ അല്ലാഹു നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ തരുമാറാകട്ടെ. കരയാൻ കഴിയുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണം. തത്തബാഖു, നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെങ്കിലും കരഞ്ഞ, ഉസ്താദ്മാര് കരഞ്ഞ നമ്മൾ നോക്കണം, ഒരു തുള്ളി കണ്ണീര് വന്നില്ല. നല്ല നല്ല സൂഫികൾ, നല്ല നല്ല ഉസ്താദന്മാർ അവര് ദുആ ചെയ്യുമ്പോൾ കരയുന്നത് പോലെ ചെയ്യും. നമ്മൾ വിരുദ്ധന്മാർ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ, ഒരു തുള്ളി കണ്ണീര് പറഞ്ഞില്ല. കള്ളന്മാർ വിവരക്കേട് പറഞ്ഞ് പഠിക്കരുത് കുട്ടികളെ. തത്തബാഖു, നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണം. അത് അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമാണെന്ന് ശഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂറത്ത് തക്കാത്ത് നമുക്ക് നൽകുന്ന ആദ്യത്തെ പാഠം നമ്മുടെ മരണമോത്ത് കരയുക എന്നതാണ്. അവനവന്റെ മരണമോത്ത് കരയുക, അവൻ മരിക്കുന്ന സമയത്ത് ഓത്ത് കരയുക. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത നൽകുക. അങ്ങനെ കരഞ്ഞവനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഉറക്കെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉറക്കെ പറ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഞാൻ നോക്കുന്നത് നമ്മൾ തന്നെ ചിലപ്പോൾ നബിയങ്ങൾ അവഹേളിക്കാറുള്ളതായിരിക്കും. മാതൃഭൂമിക്കാരെ അവഹേളിച്ചത് പോട്ടെ, പക്ഷെ കേരളീയ ജനതയുടെ ഒരു സാംസ്കാരിക പ്രബുദ്ധത വലുതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചതിന്റെ പേരിലാണ് ഫ്രാൻസിലടക്കമുള്ള രാജ്യങ്ങളിൽ ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതിന്റെ അനന്തരഫലമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചപ്പോ വൈകാരികമായി സമീപിച്ച ഒരു ജനതയായിരുന്നു. പിന്നീട് യൂറോപ്പിന്റെ പുറകിലുള്ള അസ്വസ്ഥതയുടെ കാരണം ചാവേർ ബോംബ് സ്ഫോടനങ്ങളായി പലതും. പക്ഷേ മാതൃഭൂമി പ്രവാചകനെ അവഹേളിച്ച് ഏറ്റവും നിന്ദ്യമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് കേരളത്തിൽ ഇത്രയേറെ വൈകാരികമായ പ്രക്ഷോഭം ഉണ്ടായിട്ട് മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നേരെ കല്ലെറിഞ്ഞില്ല, ഒരു വാഹനം കത്തിച്ചില്ല, ഒരു പത്രവാഹനം പോലും തടയാതെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കേരള മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ലോകത്തിലെ മറ്റു മുസ്ലിമീങ്ങളിൽ നിന്ന് കേരള മുസ്ലിമീങ്ങളെ വൈകാരികമായി മാറ്റി നിർത്തുന്നത്. എന്തുകൊണ്ടാണ് കേരള മുസ്ലിമീങ്ങൾക്ക് ഇത്രയും വലിയൊരു വിവേകം കിട്ടിയതിന്റെ കാരണം എന്ത് എന്ന് നമ്മളൊന്ന് തെരഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. അത് അള്ളാഹു നമുക്ക് നൽകിയ നേതൃത്വത്തിന്റെ ഗുണമാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരുമാറാകും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ, ഈ പുഞ്ചിരിക്കുന്ന നറുനിലാവിനെ പോലെ, ഏറ്റവും വികാര വിസ്ഫോടന സമയത്തും നറുനിലാവിനെ പോലെ ക്ഷമയോടെ നേരിടാൻ കഴിഞ്ഞ ആ ഒരു മഹനീയ നേതൃത്വത്തിന്റെ ഒക്കെ ഗുണമാണ് കേരള മുസ്ലിമീങ്ങളെ ഇത്രയും നന്നായി ഒരു കല്ലെറിഞ്ഞില്ല. മാതൃഭൂമിക്കാര് പേടിച്ചുപോയി. പിറ്റേ ദിവസം ഒരു മാതൃഭൂമി അച്ചടിച്ചപ്പോ നോക്കിയപ്പോ ഫ്രണ്ട് പേജിൽ കഅബാലയത്തിന്റെ വലിയൊരു ഫോട്ടോ തവാഫി. ഞാൻ ഓർത്ത് പടത്തിൽ നിന്ന് വലിയ പെരുന്നാളായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? അവർക്കറിയാം പിറ്റേ ദിവസത്തെ മാതൃഭൂമി ചവിട്ടി കൂട്ടി വലിച്ചെറിയും. അതുകൊണ്ട് അവർ അന്നത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഒരു തവാഫിയുടെ ഒരു ഫോട്ടോ വെറുതെ കൊടുത്തു. പിന്നെ അതിന്റെ കുട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു വിവേക ബുദ്ധി കേരള മുസ്ലിമീങ്ങൾക്ക് ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ അതിന്റെ ഇടയിലൂടെ വായിക്കേണ്ട സംഗതികളാണ്. അള്ളാഹു അവർക്ക് ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് നമുക്ക് സലാത്ത് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ മാനസികമായി നമ്മളും പ്രവാചകന്റെ അവഹേളനത്തിൽ പങ്കാളികളാവുകയല്ലേ എന്ന് മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുന്നു. അവിടത്തേക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ എല്ലാം സമർപ്പിച്ച സഹാബത്തിന്റെ മുമ്പിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉറക്കെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മരണത്തെ കുറിച്ച് പറയുന്നു. മരണം എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഞാൻ നേരെ തിരിച്ചിട്ട് പോകാൻ മരണവും അസ്രായിൽ എന്ന് കേട്ട എന്തിനാ പേടിക്കുക? അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാ. പക്ഷെ നന്നായി ജീവിച്ചവർക്ക് അസ്രായിൽ ഒരു കാമുകനായി, ഒരു കാമുകനെ പോലെ അവന് വന്നപ്പോൾ തോന്നിട്ട് അസ്രായിൽ എത്ര നാളുകൊണ്ട് നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുക. നമുക്ക് മരണമെന്ന് പറയുമ്പോൾ അടച്ചോലെ ഞാൻ ഇപ്പൊ മരിക്കൂലോ എന്നുള്ള പേടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? ഒരൽപ്പം കൊളസ്ട്രോൾ കൂടിയ നമ്മൾ പിന്നെ അത് തിന്നൂല ഇത് തിന്നൂല മറ്റൊന്നും മരിച്ചോലോ. ഷുഗർ ഒരൽപ്പം പടച്ചോനെ പിന്നെ എന്താ ഇൻസുലിൻ കുത്ത് എന്താ കാര്യം? പേടി. നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മിക്കവാറും അടക്ക വാതൊക്കെ കഴിഞ്ഞ് എറണാകുളം ഭാഗം കഴിഞ്ഞ് 5 മണിയൊക്കെ ആകും. മിക്കവാറും സുബൈക്ക് ആലപ്പുഴയൊക്കെ എത്തും. ആ സമയത്ത് കാണാൻ എടപ്പള്ളി ഇപ്പുറത്തെ പോക്കറ്റ് റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഒന്ന് ചോടന കാണാൻ ഒരു 4-4:30 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ നെയ്ക്കുമ്പളങ്ങൾക്ക് കയ്യും കാര്യം വെച്ചമാര് ഓട്ടോ വേണം ടാർവി ഉരുട്ടി പോകാൻ തോന്നുന്നു ഒന്നിന്റെ പുറകെ ഒന്നായിട്ട്. എന്താ സംഭവം? സംഭവം ഒന്നുമല്ല. സംഭവം ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതൽ, അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, മരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും ഉറങ്ങാത്ത പറവൂര് വെടിക്കെട്ട കൂടെ 4 ഒന്നിച്ചു പൊട്ടിയ എഴുന്നേക്കാത്ത ഉറക്കത്തിൽ നിന്ന് നമ്മൾ കൃത്യമായി എഴുന്നേക്കും, നടക്കും. എന്നാൽ ആ ഒരു നടപ്പ് നേരെ സുബൈക്ക് പള്ളിയിലേക്ക് പോയി. അവിടെ ഏറ്റവും വലിയ എക്സസൈസ് ഉണ്ട്. പോയി നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകി എന്നിട്ട് 90 ഡിഗ്രി അങ്ങ് നിവർന്ന് നിൽക്ക്. എന്നിട്ട് നേരെ 45 ഡിഗ്രിയിലേക്ക് പോകും. വീണ്ടും തിരിച്ച് 90 ഡിഗ്രി, വീണ്ടും തിരിച്ച് 0 ഡിഗ്രി, 0 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും 45 ഡിഗ്രി. ലോകത്തിലെ ഏറ്റവും നല്ല വ്യായാമം പഠിപ്പിച്ചു തന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ചെയ്യാൻ നമ്മൾ ഒരുക്കല്ല. നമ്മൾ റോഡ് മേൽ ഇങ്ങനെ ഓടാൻ നമ്മളൊരു മിടുക്കാട്ട്. എന്താ പ്രശ്നം? മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. യഥാർത്ഥത്തിൽ മരണം പേടിക്കേണ്ട ഒരു കാര്യമാണ്. ആണോ സഹോദരങ്ങളെ? എന്താ ഉണ്ടായിരിക്കുക? മരിച്ചു എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം മരണം കഴിഞ്ഞിട്ടല്ലേ ഏറ്റവും സുഖമുള്ളത്. പിന്നെ അവിടെ കടവില്ല, ബിസിനസ് താഴോട്ട് പോയിന്നില്ല, മേപ്പോട്ട് പോയിന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, ക്രൈസിസ് ഇല്ല, ഭാര്യയുടെ ശല്യമില്ല, ഒരു പ്രശ്നവും. എന്താ ഉള്ളത്? ഒന്നുമില്ല. സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്ന ലോകമല്ല സ്വർഗമാണ്. ഇവിടെ പറ്റുമോ? ഭാര്യ ഉണ്ടോ? സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ആദമിനെ ആദ്യം പഠിപ്പിച്ച അള്ളാഹു ആദം ഒറ്റയ്ക്ക് നടന്നപ്പോ പെണ്ണിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ആദം നബി ഗാഠനിദ്രയിലേക്ക് പോയി എന്നാണ്. ഗാഠനിദ്ര. ആ നിദ്രയിൽ മാറിയിൽ നിന്നാണ് പെണ്ണിനെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ ആണ് ഗാഠനിദ്രയിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ്. പിന്നെ ആണ് ഗാഠനിദ്രയിൽ ഉറങ്ങിയിട്ടില്ല. അന്ന് പെണ്ണിനെ സൃഷ്ടിച്ചിട്ടില്ല. വാരിയിൽ ഊരിട്ട് പോലും അറിയാത്ത ഗാഠനിദ്രയായിരുന്നു. പിന്നെ ആ പടപ്പിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. അവിടേക്ക് പോകാനുള്ള കവാടം മരണമാണെങ്കിൽ ഞാൻ പറയാണ് അസ്രായിലിനെ ഒത്തിട്ട് പേടിക്കണ്ട. അസ്രായിലിനെ കാമുകാന്ന് വിളിച്ച ആളുകളുണ്ട്. ഞാൻ എത്ര നാൾ കൊണ്ട് നിന്നെ ഒന്ന് കാണാൻ, എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ. ഇത് 4 മണിക്ക് റോട്ടി കണ്ട പെണ്ണിനെ നോക്കിയിട്ട് പാടിയവരല്ല സഹാബത്തുകൾ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുകയാ. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കാൻ വന്നപ്പോ ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവത്രേ, ഹബീബുന ജാഇല ഫഖാ. ഞാൻ ഇതേവരെ കാത്തിരുന്ന എന്റെ കൂട്ടുകാരൻ വന്നല്ലോ. അസ്രായീലെ സ്വാഗതം ഹബീബ് ഹബീബ് ഹബീബ്. ആരാ വിളിക്കുന്നത്? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ. മഹാനായ ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരുടെ കാമകൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. ഹബീബുന ജാഇല ഫഖാ. എന്റെ അസ്രായീലെ ഞാൻ കാത്തിരുന്ന കൂട്ടുകാരൻ അസ്രായീലെ എത്ര നാൾ കൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്നെ. നീ ഇപ്പോൾ എന്റെ തലയുടെ മുകളിൽ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്തു മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. എത്രയോ ചരിത്രങ്ങൾ ആദ്യമായി സൂറത്തിന്റെ കാലത്ത് പഠിപ്പിക്കുന്ന അവനവന്റെ മരണത്തെ കുറിച്ച് ഓർക്കാനാ. എന്റെ പ്രിയപ്പെട്ട നൂതനദേശൻ ചെറുപ്പക്കാരാ, ആരാ
നൂതന ചെറുപ്പക്കാരെന്നറിയോ പുതിയ തലമുറ. ഈ ലോകം അവർക്ക് കൊടുത്ത പേരാണ് പുതിയ തലമുറ. പഴയ തലമുറയുടെ പൗരാണികതകളെ മറന്നു കളഞ്ഞ പുതിയ ലോകത്തിന്റെ ആവിർഭാവത്തിലൂടെ നടന്നുപോയ എന്റെ നൂതന ചെറുപ്പക്കാരാ, എന്നറിയോ കുടുംബത്തിന് ജനിച്ച ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ കെണ്ടക്കിയും KFCയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ച അബൈലാത്തിയുടെ ബാലൻസ് സ്ഥിരമായി നോക്കുന്ന വൈകുന്നേരമാകും ആരാണ്ട പഞ്ചായത്തിപ്പടിയിലെ കയറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല അബൈലാട്ട ബാലൻസ് ചെയ്ത് പാതിരാ സമയത്ത് ലോകത്തുള്ള 140 ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാൽ അത് മുഴുവനും തന്റെ www.com കണ്ടാസ്വദിച്ച് പാതിരാ സമയത്തെല്ലാം അനുവദിച്ച് തളർന്നുടക്കുന്ന പാതിരാ സമയമാകുമ്പോ തളർന്നവശനായി മുമ്പിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിലെ ഡെസ്ക്ടോപ്പിലേക്ക് തലമയക്കി വെച്ച് അവിടെ കിടന്നുറങ്ങുന്ന വർഷങ്ങളായി പള്ളിയിലെ സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത മധ്യാഹ്നത്തിൽ ഉറക്കമിടി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരിക്കണ്ട മോനെ. ആ ഉറക്കം തന്നൊരു മരണമായി മാറിയാലോ ആ മരണത്തെ കുറിച്ച് ഓർത്തിട്ട് കരയാനാണ് വിധങ്ങൾ പറഞ്ഞത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല ഓടി വന്നു. ഉപ്പലോകത്തിനാനറിഞ്ഞ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല ഓടി വരികയാ. ആ സമയത്ത് വന്ന് ഉപ്പാറ ചാലത്ത് വന്നിട്ട് ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പറഞ്ഞു വന്ന്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ എന്നെ വിട്ടു പോയാ ഇനി എന്റെ ഉപ്പാക്ക് പകരം എനിക്കാരാണുള്ളത്. ആ സമയത്തൊരു പ്രിയപ്പെട്ട പൊന്നുമോളുടെ കരച്ചില. പൊന്നുമോളെ വാപ്പ മരിക്കുന്ന സമയത്തൊരു പൊന്നുമോളോട് അബൂബക്കർ റളിയല്ലാഹു തആല 63 വയസ്സാണ് പ്രായം. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് കൃത്യം 20 വയസ്സാണ് പ്രായം. വാപ്പ മരിക്കുമ്പോ 20ാമത്തെ വയസ്സിലെത്തിയ പ്രിയപ്പെട്ട വിധവയായ മകളാണ് ആയിഷ. പൊട്ടിക്കരയാൻ എന്റെ ഉപ്പ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് എനിക്കൊരു വലിയ നഷ്ടം സംഭവിച്ചിട്ട് കാലങ്ങളായില്ല. രണ്ടാമത് എനിക്കൊരു മുസീബത്ത് വരുന്നു. എന്റെ ഭർത്താവ് പോയിട്ട് ആരംഭവും അവരംഭവും എന്റെ പ്രിയപ്പെട്ട ഉപ്പയാ. ഭർത്താവ് മരിച്ച് എനിക്ക് എന്റെ ഉപ്പ ഇവിടെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണ് ഉപ്പ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സക്കറാത്തിന്റെ വേദനയിൽ അല്ലാഹുവേ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയതല്ലേ പിതാക്കന്മാര്. നമ്മൾ മരണത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ ആറ്റുനോട്ട് വളർത്തിയ മക്കൾ വന്നിട്ട് നമുക്കൊന്നും പറയാൻ കഴിയാതെ നമ്മൾ നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരയുമ്പോ ഉപ്പാന്ന് വിളിച്ചിട്ട് മക്കൾ കരയുമ്പോ ആ കരച്ചിൽ കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? മക്കളെ ഹൃദയത്തിന് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന പൊന്നുമകളെ ആൺമക്കളെക്കാൾ നമുക്ക് സ്നേഹം നമ്മുടെ പെൺമക്കളോടാണല്ലോ. ഒരു പിതാവെന്ന രീതിയിൽ അനുഭവിച്ചതെന്ന് ഞാൻ പറയാ. നമ്മുടെ ഹൃദയത്തിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ പൊന്നു പെൺമക്കളാ. ഒന്ന് കാണാൻ കൊടുക്കുന്ന ഏത് സമയത്ത് വീട്ടിലോട്ടോടി ചെല്ലുമ്പോഴും ചോടി വന്ന് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചാടിക്കടന്ന് കവളത്ത് മൊത്തം നമ്മുടെ പൊന്നുമക്കള് സക്കറാത്തിന്റെ വേദനയിൽ പെടയാണ്. ഒരു ഭാഗത്ത് മരണവേദന. ആ സമയത്ത് ചാരത്ത് വന്ന് പെൺമക്കള് ഉപ്പ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാൽ ആ കരച്ചിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആലയുടെ പൊന്നുമോളുടെ കരച്ചിൽ കണ്ടപ്പോ മാത്രമല്ല ഭർത്താവ് മരിച്ചിട്ട് വിധവയാണ് തന്റെ പൊന്നുമോള്. അബൂബക്കർ റളിയല്ലാഹു തആല ഒരു പിതാവിനെയും മകളെയും നിങ്ങളെ കഥാപാത്രത്തിലൂടെ തിരിച്ചറിയുക. പറഞ്ഞ പൊന്നുമോളെ ആയിഷ, ഇങ്ങനെ പറയാനല്ലല്ലോ അല്ലാഹു പറഞ്ഞു തന്നത്. പിന്നെ എങ്ങനെയാണ് ഉപ്പ الموت بالحق ذلك ما كنت منه تحيد. മരണവേദന നിനക്ക് ആസന്നമായി. നീ ഒളിച്ചു നടന്ന മരണം നിന്നെ പിടികൂടാനെത്തി എന്നർത്ഥം വരുന്ന ആയത്തോതി കൊടുത്തപ്പോ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. ഉപ്പ സകലത്തിന്റെ വേദനയാണ് ഉപ്പ. അതേ മോളെ നിന്റെ ഉപ്പ പോവുകയാ. غمام بوجهه إيمان اليتامى
ഇസ്മത്തുൽ അറാബിനി. വാപ്പാടെ ചാരത്ത് നിന്ന് ആയിഷ ബീവി പാടിയ പാട്ടാണിത്. വബിയദു യുസ്തസ്ഖൽ വഗമാമു ബിവദിഹി. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള എന്റെ ഉപ്പ അങ്ങേ തപസ്സിലാക്കി ദുആ ചെയ്തപ്പോഴല്ലയോ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ താഴോട്ട് വന്നത്. അങ്ങത്ര യതീമീങ്ങളുടെ സംരക്ഷകനായി അങ്ങനെ മകൾക്ക് പറയാൻ കഴിയുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട്. വാപ്പാ അങ്ങ് ജീവിച്ചിരുന്നപ്പോ കൈയടിച്ച് ദാനം ചെയ്തവനാണല്ലോ. എത്ര എത്ര വിധവകൾക്ക് അങ്ങ് കല്യാണത്തിന്റെ സൗഭാഗ്യം കൊടുത്തു. ഇസ്മത്തുൽ അറാബിനി. എന്റെ വാപ്പാന്റെ എന്റെ ഉമ്മാന്റെ കൈ കൊണ്ട് കല്യാണ സൗഭാഗ്യം കിട്ടി എത്ര എത്ര യതീമികൾ, എത്ര എത്ര അങ്ങനെ പറയാൻ കഴിയുന്നതിന് ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഉപ്പാന്റെ മുമ്പിൽ മകള് പാടിയതാ. എത്ര എത്ര വിധവകൾക്ക് അങ്ങ് കൂട്ടായി ഉപ്പ എന്ന് പാടിയപ്പോ ഹബീബായ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, ആയിഷ ഇതെന്നെ കുറിച്ച് പറയേണ്ടതല്ല മോളെ. ഫദാക റസൂലുള്ളാഹ്, ഫദാക റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതല്ലേ, നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയേണ്ടതല്ലേ മോളെ. ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, മോളെ ഉപ്പാന്റെ മുഖവും ശരീരവും ഒന്ന് മൂടാൻ ഒരു വെള്ള തുണി എടുത്തു കൊണ്ടുവാ മോളെ. ഉപ്പാന്റെ അവസാനത്തെ പറച്ചിലാണ്. പൊന്നുമോള് തുണി എടുക്കാനോടി. കൂട്ടനിന്ന് സഹാബത്ത് പറഞ്ഞു, മഹാനവറുകളെ നിങ്ങളുടെ മരണമാസന്നമായല്ലോ, ഞങ്ങളൊരു വൈദ്യനെ വിളിക്കേ, രോഗം കരശരായല്ലോ. എന്തിനാണ് വൈദ്യനെ വിളിക്കുന്നത്? വൈദ്യൻ ഇപ്പൊ വന്നെ പരിശോധിച്ചിട്ട് തിരിച്ചു പോയതേയുള്ളൂ. നിങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വൈദ്യനാണ് വന്നത്. അതേ പരിശോധിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു തആല പറയാ, വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാ. ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ വൈദ്യം പോയിരിക്കുന്നത്. എനിക്കത് കേട്ടിട്ട് പേടിയാ. സഹോദരങ്ങളെ, ആരാ പറയുന്നത്? സാഹിബ് റസൂലുള്ളാഹ് الرضا عن النبي وبكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയതയുടെ നിർവൃതിയാണ്. ഈ ബുർറയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ചപ്പോ നമ്മുടെ ജീവിതം ബറക്കത്തില്ലാത്തതായി. ലോകം മുഴുവന് പാടിപ്പുകറ്റിയ അബൂബക്കറെ സ്വർഗമാണ് സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത അബൂബക്കർ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ പറയാ, ആയിഷ എനിക്ക് പേടിയാകുന്ന മോള്. ഓടി വെള്ളത്തുണിയുമായി പൊന്നുമോള് വന്നപ്പോ ആയിഷ ഉപ്പാന്റെ മുഖവും ശരീരവും ഒന്ന് മൂടുമോള്. ആ മൂടി ആയിഷ അതിന്റെ ഉപ്പാക്ക് പേടിയാകുന്നു. എന്തേ ഉപ്പ? എന്റെ വൈദ്യൻ എന്നോട് അല്ല എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് വാ, എനിക്ക് ഇഷ്ടമുള്ളത് പോലെ നിന്നോട് ഞാൻ പ്രവർത്തിക്കുമെന്ന്. എന്റെ റബ്ബിന്റെ കയ്യിലല്ലേ നരകമുള്ളത്, അവന്റെ കയ്യിൽ തന്നെയല്ല സ്വർഗമുള്ളത്. അവൻ ഏതാണ് എന്നോട് നൽകുന്നതെന്ന് എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞപ്പോ വാപ്പാന്റെ കണ്ണുനീര് തുടച്ചു മാറ്റി ആയിഷ റളിയല്ലാഹു തആല മുഖമിട്ട് മൂടി. കുറച്ചു കഴിഞ്ഞപ്പോ ചലനം അവസാനിച്ചു. അടിയിൽ നിന്നൊരു വാക്ക് കേട്ടു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തുണിയെടുത്ത് മാറ്റുമ്പോ മഹാനവറുകളുടെ മന്ദസ്മിതം തൂകി റൂഹുവിടെ പറഞ്ഞിട്ട് പുഞ്ചിരി തൂകി കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അവനവന്റെ മരണമിത്രത്തോളം നല്ലതായി മാറാട്. ഇന്നത്തെ ദിവസം നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ 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 ഞങ്ങളുടെ മരണം നീ നന്നാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് ഈ ജീവിതം നന്നാവണോ? എല്ലാ ദിവസവും
നിങ്ങൾ ഓതണം. ഈ സൂറത്ത് ഓതുന്നവന് നല്ല മരണം കിട്ടും, നല്ല മരണം കിട്ടും. അല്ലാഹു ഇതൊന്ന് ഓതാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറക്കെ. അല്ലാഹു ഇതൊന്ന് ഓതാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ മൂന്നാമത് വേറൊരു പ്രയോജനം കൂടെ പറഞ്ഞുതരാം. അത് ഭയങ്കര പ്രയോജനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇപ്പൊ സ്ഥാനാർത്ഥിയായി ജയിച്ചു, ഏതായാലും ഒരാളെ ജയിക്കും. ജയിച്ചാൽ തന്നെ എത്ര വർഷം? 5. അത് കഴിയുമ്പോൾ അടുത്ത ആള്. ഞാൻ പറയാൻ പോകുന്ന സീറ്റ് ഖാലിദീന ഫീഹാ അബദ. അത് പിന്നെ ആരും ഇവിടെ ജയിക്കാൻ പിന്നെ ആരും അവിടെ കാലാകാലം അവിടെ തന്നെയാണ്. അള്ളാഹു നമ്മളെ ഇവിടെ എത്തിക്കട്ടെ. അതുകൊണ്ട് സൂറത്ത് തക്കാസുർ ഓർത്തിട്ട് കരയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആരും കരയില്ല. എന്താണെന്നറിയോ? കരഞ്ഞാല് കണ്ണുനീരിന്റെ പാടിങ്ങനെ വരുന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല മരിച്ചപ്പോ ജനാസ കുളിപ്പിച്ച ആളുകൾ കണ്ടത് ശരീരത്തിൽ 2 അടയാളം ഉണ്ടായിരുന്നു. ഒന്ന് പാവപ്പെട്ടവരെ സഹായിക്കാൻ മാവ് തോളിൽ വെച്ച് ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം. രണ്ടാമത് നരകത്തെ ഓർത്ത് കരഞ്ഞതിനാൽ ഈ 2 കണ്ണിൽ ഇങ്ങനെ ഒരു ചെറിയ അടയാളം ഉണ്ടായിരുന്നു. കണ്ണുനീര് പോയ ഒരു ചാല്. തോടൊക്കെ ഒഴുകട്ടെ, അവിടെ ഒരു ചാല് കിടക്കൂല വൈരി. അതേപോലെ തന്റെ തെറ്റുകളും നരകം ഓർത്ത് കരഞ്ഞ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിൽ ഒരു ചാലുണ്ടായിരുന്നു. സൂറത്ത് തക്കാസുർ ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല ബോധം കെട്ടി താഴെ വീണെന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്ത് തക്കാസുർ. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്, ഏറ്റവും ഭയാനകരമായ സൂറത്ത് തക്കാസുർ. 114 സൂറത്തിലെ 6666 ആയത്തുകളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഏതാ? അറിയില്ലാർക്കും? UDF എത്ര സീറ്റ് കിട്ടും? LDF അതൊക്കെ നമ്മൾ കണക്കൊണ്ട് വെച്ചിരിക്കാം. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് നാളെ വിഷാദം. നാളെ വരും. നാളെ നമ്മുടെ വിഷാദാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്. നമ്മള് കരയാത്തത് എന്താണെന്നറിയോ? കരഞ്ഞാ കവളിന്റെ മുഖത്ത് ഇങ്ങനെ ചാല് വരും. ചാല് വന്നാൽ പിന്നെ നമ്മുടെ ഗ്ലാമറൊക്കെ അങ്ങ് പോവും. ഒരടയാളം മാറ്റാനുള്ള പെടാപ്പാടിലാണ് നമ്മൾ. കാവേരി തേക്ക് 6 ആഴ്ച കൊണ്ട് കറുത്ത പുള്ളി അപ്രത്യക്ഷമായി. ഇതേത് സാമ്പത്തിക മാന്യമുണ്ടെങ്കിലും എല്ലാരും പറയുന്നത് ഭയങ്കര സാമ്പത്തിക ടൈറ്റ് ആണ്. ഇന്നൊക്കെ ഫിറോസ് എന്നോട് പറഞ്ഞു, ബെൻസ് ഏറ്റവും കൂടുതൽ ആ കമ്പനി ബെൻസ് കാർ വിറ്റ് ഈ വർഷം. എന്നാ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നാ ഈ കൊടയിലുണ്ടാകുന്ന ഒരൊറ്റ ബ്രോസ്റ്റ് പൊരിച്ച കൊടി മിച്ചോട്ടില്ലതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് സ്വർണത്തിനല്ല, കോസ്മെറ്റിക് ഐറ്റംസിനാണ്. ആണും പെണ്ണും കോസ്മെറ്റിക് ഐറ്റംസ് തേക്കാത്ത ആരാളുള്ളത്? പണ്ട് നമ്മളൊരു പെണ്ണ് കെട്ടിച്ചിട്ട് ഒരാളുടെ ബെഡ്റൂമിലോട്ട് കയറി പോയാൽ ആകെ വാതിലുകൾ നമ്മുടെ കാണുന്നത് തടിയുടെ അലമാരയെ പണ്ടത്തെ ഒരു കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ടാവും അല്ലെ? അതിന്റെ അപ്പുറത്തോട്ട് വേറെ സാധനം കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ട് പണ്ട്. ആ കുട്ടിക്കൂറാടെ പൗഡറും ഒരു ചീപ്പും അല്ല കണ്ണാടി, പിന്നെ അന്നത്തെ ഒരു സോപ്പുണ്ട്. എന്താ അതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇമാമി സോപ്പുണ്ട്. ഹമാം ഒരു ഹമാമിന്റെ പച്ച കവറുള്ള സോപ്പ്, ഒരു കുട്ടിക്കൂറാടെ പൗഡർ, ചീപ്പ്. അതിനപ്പുറത്തോട്ട് എന്താ ഉള്ളത്? ഇപ്പൊ നിങ്ങളൊന്ന് നോക്കി, അവിടെ ഫേസ് പാക്ക്, ആഫ്റ്റർ ഷേവ്, ബിഫോർ ഷേവ്, ക്രീം, കാല്, കയ്യ്, കണ്ണ്, പുരികത്തി തേക്കാൻ വരെ സർവ്വതുണ്ട്. കാരണം ഇന്നെല്ലാവരും അവനവന്റെ മുഖം വെളുപ്പിക്കാനുള്ള തിരക്കിലാണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രാത്രി കിടക്കാൻ നേരത്തൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാൻ പോവാം. ഇത് ദിക്ർ സലാത്ത് ഫേസ് പാക്ക്. എല്ലാവരും പപ്പായ അരച്ച് തേക്കണവർ അങ്ങനെ, കുക്കുമ്പർ തേച്ചേക്കണവർ അങ്ങനെ. ഈ അടുത്ത സമയത്ത് ഭയങ്കര വഴക്ക്, തലാക്കായി. അവസാനവും പറയും, ഉസ്താദെ ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി ബെഡ്റൂമിൽ പോയാ ഇവള് നേരെ മാനത്തോട്ട് നോക്കി കിടപ്പായി. തിരിഞ്ഞു നോക്കൂല, വലത്തോട്ട് നോക്കൂല, എന്നോട് മിണ്ടൂല്ല. സംഭവം അവളോട് ചോദിച്ചപ്പോഴാ പറഞ്ഞ അവളെ കണ്ണിന്റെ താഴ്ഭാഗത്ത് കറുപ്പുണ്ട്, അത് മാറാൻ കുക്കുമ്പർ അരിഞ്ഞ് കണ്ണുമ വെച്ചിട്ട് മേപ്പോട്ട് നോക്കി കിടക്കുക. എന്താ ഗുണം? കണ്ണിന്റെ ഇടയിലെ കറുപ്പ് മാറും. അവള് കുക്കുമ്പർ വെച്ചിട്ട് അതിന്റെ മേപ്പോട്ട് കിടക്കുക. യഥാർത്ഥത്തിൽ ഒരാൾക്ക് സൗന്ദര്യം മാനദണ്ഡമാണെങ്കിൽ ആ സൗന്ദര്യം വേണ്ടത് സൗന്ദര്യത്തിന് പ്രസക്തിയുള്ള ഒരു കാലത്തല്ലേ ഇപ്പൊ നമുക്ക് എവിടെ പ്രസക്തിയുള്ളത്? ഇപ്പൊ സൗന്ദര്യം കൊണ്ട് വല്ല കാര്യമുണ്ട്? കറുകറുത്തവനും വെളുവെളുത്ത പെണ്ണിനെ കിട്ടും. ചില നല്ല പെണ്ണുങ്ങളുടെ കൂടെ ചില ഭർത്താക്കന്മാർ പോകുമ്പോൾ നമ്മൾ ഇവക്ക് ഇവനെ കിട്ടിയുള്ളൂ. കാരണം സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല, ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് പ്രധാനം.
മുഖത്തെ കറുപ്പും വെളുപ്പും അതിന് എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മുടെ മുഖത്തിന് വെളുപ്പ് വേണ്ടത്, അല്ലേ? ആണോ മനുഷ്യന്മാരല്ലേ? അപ്പൊ ആ സമയത്തല്ല മുഖം വെളുപ്പിക്കേണ്ടത്. മുഖം വെളുപ്പിക്കാനുള്ള ക്രീം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കേട്ടോളി. ഇന്ന് മുതൽ ഇത് ചെയ്യണം എല്ലാവരും. ഇന്ന് വാത് കഴിഞ്ഞ് പോയത് മുതൽ ഇതാണ് നമ്മൾ ഇന്നത്തെ ലാഭം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ദിവസമാണ് ഒരാളുടെ സൗന്ദര്യം അവന് പരിഗണിക്കുന്നൊരു ദിവസമാണ്. അള്ളാഹു പറയുകയാണ്, നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ വരുമ്പോ, കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ പേടിയോടെ നിൽക്കുമ്പോ, ആ സമയത്ത് അവിടെയുള്ള ആളുകളുടെ മുഖം കണ്ടിരിക്കില്ല. എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് ഖതീബ് രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തായത്. അതിന്റെ അർത്ഥം ഇതേവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു പറയുകയാണ്, മുമ്പിൽ വിചാരണക്ക് വേണ്ടി ജനകോടികൾ ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിനോട് എന്ത് സമാധാനമാണ് പറയേണ്ടതെന്നറിയാതെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ആ സമയത്ത് ഈ ദുനിയാവിൽ എത്ര വെളുപ്പുള്ളവരാണെങ്കിൽ ഇവരെ മുഖം വല്ലാതെ കഥകരത്ത് കരിവാളിച്ചു നിൽക്കുകയോ. എന്ത് കാരണമെന്നറിയോ? അവര് ജീവിതത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളെ കാണുമ്പോ, അവരുടെ മദ്യപാനവും അവരുടെ ചൂതാട്ടവും അവരുടെ വ്യഭിചാരവും എന്ന് വേണ്ട ദുഷ്പ്രവർത്തനങ്ങൾ അവരെ കൈമുൻപിൽ കാണുമ്പോ അവരറിയാതെ മുഖം അങ്ങനെ കറുത്തു പോവുകയോ. എത്ര വെളുവെടുത്ത മുഖമാണെങ്കിലും പെണ്ണേ, പെണ്ണാണോ അങ്ങനെ വെളുവെടുത്ത മുഖം കറുക്കുമടി. ആ സമയത്താണ് ആ മുഖം കറുക്കാനുള്ള കാരണമേതോ. ഇന്ന് പലപ്പോഴും ആളുകളുടെ ജോലിക്ക് കറുത്തു പോയല്ലോ. നമ്മൾ പെട്ടെന്ന് പറയും അത്രക്ക് വലിയ ചൂടല്ലേ മുഖത്തടിക്കുന്നത്. അന്ന് കറുക്കുന്നതിന്റെ കാരണമേണെന്നറിയോ? പതച്ചു പൊന്തുന്ന നരകത്തിന്റെ തീനാളം അവരുടെ മുഖത്തെ കടിക്കുമ്പോ അവരുടെ മുഖം ഇങ്ങനെ കറുത്ത് കറുത്തു പോവുകയോ. എന്നെ കേൾക്കാനിട്ട് പ്രിയപ്പെട്ട സഹോദര, എന്നാലും മറുഭാഗത്ത് വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മുഖം എത്ര കറുകറുത്തവരാണെങ്കിലും മുഖം ഇങ്ങനെ വെളുവെടുത്ത് നിൽക്കുകയോ. കാരണം അവര് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ കാരണത്തോ അന്നത്തെ ദിവസം വെളുത്തവരുമുണ്ട് കറുത്തവരുമുണ്ട്. ഈ ആയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കവേ ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, തിരുദൂതരെ, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ അവരുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാ ഒരു പോകണി പറഞ്ഞതാണ് നബിയെ. ഈ പാതിരാ സമയത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യനാൽ പകല് ചുട്ടുമെടുക്കുമ്പോ നേരത്തുകൾ ചെട്ടിവിടെ വന്നെന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത് വാക്കവിയുടെ വാടക കഥത്തിന്റെ പ്രസംഗമല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ പരലോകത്തേക്കുള്ള യാത്രയുടെ മുതൽ കൂട്ടായി ആറടി മണ്ണിലെ ഏറ്റവും വലിയ പ്രകാശമായി തീർന്നില്ല. ഇനി പറയാറുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങനെ കട്ടപ്പെട്ടു എന്ന് പറയുന്നതുള്ള സമയത്ത് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും കിടക്കാൻ പോകുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് 1000 ആയത്തുകൾ പാരായണം ചെയ്ത, എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഖുർആനിലെ 1000 ആയത്തുകൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം പ്രസന്നമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവന് നിൽക്കാൻ കഴിയുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുമോ? നിങ്ങൾ മരിച്ചു പോയാൽ നമുക്ക് സ്വർഗത്തിൽ വെളുവെടുത്ത മുഖമായിട്ട് വരാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ 1000 ആയത്തുകൾ സ്ഥിരമായി ഓതിയിട്ട് കിടക്കണേ. ഇതാണ് നിങ്ങൾ ഏറ്റവും വലിയ ഫേസ് ഹാഗ്. അല്ലാഹു ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.
1000 ആയത്ത് ഓതിയാ മതി, പേരാന്റെ ഒരു വെളുപ്പ് കിട്ടും. ഓതിക്കൂടെ പറ മനുഷ്യന്മാരെ. അങ്ങനെ ഉറപ്പിച്ചവരൊക്കെ കൈ ഉറങ്ങുന്നതിന് മുമ്പ് 1000 ആയത്ത്. ചുമ്മാ കയ്യും കൂടെ വെക്കരുത്, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്ല. ചുമ്മാ കൈവക്കാൻ 1000 ആയത്ത് ദിവസം ഓതണം. 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ 6666 ആയത്തുണ്ട്. അതായത് ഖുർആന്റെ 6/1 എന്ന് പറഞ്ഞാൽ 5 ജുസ്. ഹാമി മുതൽ സൂറത്ത് നാസ് വരെ ശിശ എഴുതിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഓതണം. തയ്യാറുള്ളവരെന്ന് കൈവക്ക. 5 ജുസ് കൈവക്ക. പറ്റുന്നവർ ആത്മാർത്ഥയോടെ ചുമ്മാ പൊക്കരുത്. ഞാൻ പറഞ്ഞത് 5 ജുസ് ഓതണ ദിവസവും പറ്റുമോ? നടക്കൂല മക്കളെ. ഒരു ദിവസം 2 ദിവസമാണ് പറ്റും. മരിക്കണവരെ പറ്റൂ. ആരെ പൊക്കി നോക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് മാത്രം സമയമൊന്നും വേണ്ട. 5 ജുസ് ഓതാൻ ഒരാൾക്ക് 1 ജുസ് ഖുർആൻ നന്നായിട്ട് ഓതാൻ ഹാഫിദ് ആണെങ്കിൽ 20 മിനിറ്റ് മതി. അല്ലാത്ത ഒരാളാണെങ്കിൽ 30 മിനിറ്റ്, ഒരു 25 മിനിറ്റ്. 2 10 ഏതാണ്ട് 1 മണിക്കൂർ, 1.25 മണിക്കൂർ മതി 5 ജുസ് ഓതാൻ. അതിന് മാത്രം സമയമൊന്നും വേണ്ട. 3 സീരിയൽ കാണുന്ന സമയം അല്ല 2 അതെ 30 മിനിറ്റ് സീരിയൽ 30 മിനിറ്റ്. അവങ്ങള് മുത്തക്കിങ്ങൾ ഇരിക്കണ അറിഞ്ഞൂട സാധുക്കള് 2 സീരിയൽ കാണുന്ന സമയം. പിന്നെ 25 മിനിറ്റ് ബൈനഹുമ അതിന്റെ ഇടയിലുള്ള പരസ്യവും കൂടെ കൂട്ടി കഴിയൂല സഹോദരങ്ങളെ. സഹാബത്ത് പറഞ്ഞു, നബിയെ കച്ചവടവും യുദ്ധവും എടുത്തിട്ട് തിരിച്ചു വന്നാൽ എല്ലാ ദിവസവും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് കേൾക്കാൻ വന്നവർക്ക് ലാഭമാണ്. നബിയെ എല്ലാ ദിവസവും യുദ്ധവും നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, സഹാബ ഒരാൾക്ക് ദിവസവും 1000 ആയത്ത് ഓരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ സൂറത്ത് തകാസുർ പാരായണം ചെയ്യുക. അൽഹാകുമുത് തകാസുർ ഹത്താ സൂറത്തുൽ മുഖാബിർ എന്ന സൂറത്ത് തകാസുർ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഓതിയിട്ട് കിടന്നുറങ്ങുക. നാളെ മരണത്തിലേശം പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ സന്തോഷമുള്ള മുഖത്തോടെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് നൽകാറ് നിങ്ങൾക്ക് കഴിയും. നാടുകാരെ അല്ലാഹു നമുക്ക് മഹാഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് നിങ്ങളെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുക, ഇനി 1000 ആയത്ത് വേണ്ട സൂറത്ത് തകാസുർ ഓതിക്കൂടെ? പറ്റില്ലേ? അപ്പൊ അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്ന് കൈവെക്ക. അങ്ങനെ ഉറപ്പിച്ചിട്ട് ഇതാണ് ലാഭം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് മുതൽ വാക്കം ഇന്ന് വാത് പറഞ്ഞ അന്ന് മുതൽ എന്റെ ലാഭകത നാളെ ചിലപ്പോ പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. മരണം അതിന്റെ ഇടയിൽ വന്ന് നമ്മൾ പോകണം. നിങ്ങളിൽ ഒരാളാണ് പോകണം. പക്ഷേ നമ്മുടെ ലാഭം ഇന്ന് മുതൽ ഈ കേൾക്കാൻ വന്ന ഒരാൾ ഇത് പാരായണം ചെയ്താൽ ആഖിറത്തിലേക്കുള്ള ലാഭമാണ്. പിന്നെ മനുഷ്യനത് സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നമല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ സഹോദരിമാരെ? നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരട്ടെ. മാറ്റം വരുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ എല്ലാവരെയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ മക്കൾ നന്നാവൂ. യഥാർത്ഥത്തിൽ ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് നമുക്ക് പിരിയാൻ ഞാനൊരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ സൂറത്ത് തകാസുർ ഇൻഷാ അല്ലാഹ് എല്ലാവരെ കൊണ്ട് ഓതിപ്പിക്കണം. ചെയ്യൂലേ? ഭാര്യ, മക്കൾ, മരുമക്കൾ എല്ലാവരോടും അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ വീട്ടിലുണ്ടാകണം. എല്ലാവരും ഖുർആൻ ഓതുന്ന, ദിക്ർ ഓതുന്ന ഒരു സംസ്കാരം. അതിലാണ് നമ്മുടെ മക്കൾ നന്നായി വരിക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു തആല പറയാ, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ആ ദിക്ർ ഞാൻ സ്ഥിരമായി ചൊല്ലിയപ്പോ വജഅല ഫീ ഖൽബി നൂറാ, എന്റെ ഹൃദയത്തിൽ അല്ലാഹു പ്രകാശം നിറച്ചു തന്നു. അതേ ദിക്ർ 2 വർഷം കൂടി ചൊല്ലി 10ാമത്തെ വയസ്സ് വരെ ആ ദിക്ർ ഞാൻ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅല ഫീ സിന്നി നൂറാ, എന്റെ റൂഹിന് അല്ലാഹു പ്രകാശം നൽകി. 6ാമത്തെ വയസ്സ്
വയസ്സിൽ വാപ്പ മകനെ ഇരുത്തിയിട്ട് ദിക്ർ പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ ദിക്ർ ചൊല്ലിയ മകന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റുകൾ, സലാത്തുകൾ, ഖുർആനുകൾ അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നൂറ് പകർന്നു കൊടുക്കും. മഹാനായ അബ്ദുല്ലാഹ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിന് വാപ്പയായ സഈദ് റളിയല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഏത് ദിക്ർ? ഇന്ന് കിട്ടുന്നതൊക്കെ ലാഭമാണ്. 6ാമത്തെ വയസ്സിൽ മോനെ കൊണ്ട് തെളിയിപ്പിച്ചു. 2 വർഷം തുടർച്ചയായിട്ട് തെളിയിപ്പോ മോന്റെ ഹൃദയത്തിൽ പ്രകാശമായി. പിന്നെ ആ മോൻ കള്ളു കുടിക്കൂല. നമ്മളിതൊക്കെ മൊയ്യാക്കന്മാർക്ക് കൈമടക്കുണ്ടാക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. നമ്മളെ അതിൽ നിന്ന് മാറി. അപ്പൊ പിന്നെ നമ്മുടെ മക്കളും അങ്ങനെ തന്നെയായി. ഇത് മൊയ്യാർക്ക് കൈമടക്ക് കിട്ടാനല്ല ഞാൻ പറയണത്. പള്ളിയിലെ മുക്രിക്കാക്കാർക്ക് മുഹീദ്ദീൻ പോലാനല്ല ഞാൻ പറയണത്. പള്ളിയിലെ മുക്രിക്കാക്കാടെ കൈമടക്കൊത്തിട്ട് ആരും വിഷമിക്കണ്ട. കാരണം ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെ മുക്രിക്കാക്ക. പക്ഷേ കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിക്കാക്ക ഇന്നേ വരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രം കേട്ടിട്ടില്ല. കാരണം അവരെ കാര്യത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പള്ളിയിലെ മുക്രിക്കാക്ക ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതോർത്തിട്ട് ആരും ബേജാറാവണ്ട. മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ആ ദിക്റാണ് അല്ലാഹു ഹാദിരി. പറമോനെ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ സൂറത്ത് തകാതുറിന്റെ ആദ്യത്തെ ആയത്ത് ഹത്താ സുർതുൽ മക്കാബിർ കല്ലാ സൗഫ തഅലമൂൻ ലതറവുന്നൽ ജഹീം. ഈ 2 ആയത്ത് ഇൻഷാ അല്ലാഹ് നാളെ അത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്താണ് താനും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ അവസാനം എന്റെ ചെറുപ്പക്കാരോട് സൂറത്ത് തകാതുർ മനസ്സിൽ ഓർത്തിരിക്കാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു പിരിയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കൾ. അവരാണ് സുമരിള നബി ബക്കരി النمري وأن علي وأن عثمان ذي الكرم سيدنا زبير طلحة وأبي عبيدة وابن أوف الناشر الكرم سيدنا سعيد. അതിൽ പറയുന്ന 6ാമത്തെ സഹാബി സഈദ്. അപ്പൊ ഈ 10 പേർക്ക് മാത്രമല്ല സ്വർഗമുള്ളത്. ഇനി നബിതങ്ങൾ ഒറ്റ ഇരിപ്പിൽ ഒന്നിച്ചു പറഞ്ഞ 10 പേരാണിത്. ബാക്കി പലരോടും ആയിഷാക്ക് സ്വർഗമാണ്, ഫാത്തിമ ബീവിക്ക് സ്വർഗമാണ്, അമ്മാറിന് സ്വർഗമാണ്. അങ്ങനെ ധാരാളം സഹാബത്തുണ്ട്. 10 പേരെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നബികൾ പറഞ്ഞ ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞാലാണ് ഈ 10 പേർ. അതിൽ 6ാമത്തെ ആളാണ് സഈദ് ബിൻ സഈദ് റളിയല്ലാഹു തആല. സഈദ് ബിൻ സഈദ് റളിയല്ലാഹു തആല മഹാനവറുകൾ ഒരു ദിവസം യുദ്ധത്തിന് വേണ്ടി പോയപ്പോ 4 ദിവസം തുടർച്ചയായിട്ട് ഉറങ്ങിയ ഒരു അത്ഭുതകരമായ സ്വപ്നം ഞാൻ പറഞ്ഞുതരാം. 4 ദിവസമായിട്ട് ഉറക്കമില്ല. കൂട്ടുകാരൻ പറഞ്ഞ സൈദേ, നാളെ മുതൽ യുദ്ധം തുടങ്ങാൻ പോകല്ലേ, ഇങ്ങനെ ഉറങ്ങാതെ നടന്നാൽ ആരോഗ്യം കിട്ടുമോ? അതുകൊണ്ട് കിടന്നൊന്ന് ഉറങ്ങ് സൈദേ. മഹാനായ സഈദ് ബിൻ സഈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി ഉറങ്ങാൻ കിടന്നു. 4 ദിവസം ഉറക്കമടച്ചിട്ട് പിന്നെ ഉറങ്ങാൻ കിടന്നാൽ വല്ലാത്ത ഉറക്കമല്ലേ. ഗാഢനിദ്രയിലേക്ക് പോയി മഹാനായ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു തആല അൻഹു. ആ ഉറക്കം ഇങ്ങനെ വല്ലാതെ പിടിച്ചപ്പോ ഉറക്കത്തിൽ കിടന്ന് മഹാനവറുകൾ പിച്ചും പേയും പറയാ, യാ ഖല്ലിനി യാ ഇനാ മർദിയാ, എന്നെ കേൾക്കാത്ത സഹോദരങ്ങളോട് സഹോദരന്മാരോട് പാതിരാത്രിയിൽ സ്വപ്നം കാണാത്തവരാണ്. ആനവറുകൾ ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയാ, എന്നെ പോന്ന് പറയരുത്, എന്നെ വിട്ടത്, എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കരുത്. അടുത്തിരുന്ന കൂട്ടുകാരെ ശരീരത്തിൽ തട്ടി ചെയ്തേ, എന്താ ഉറക്കത്തിൽ പിച്ചുകയും പറയുന്നത്, എഴുന്നേക്ക് ചെയ്തേ. സഈദ് ബിൻ സഈദ് റളിയല്ലാഹു തആല എഴുന്നേറ്റു. അടുത്തിരുന്ന ആള് ഉറക്കത്തിൽ പറയാ, യാ ഐനാ മർദിയ. ഐനാ മർദിയ ഒരു പെണ്ണിന്റെ പേരാണ്. നിന്റെ കാമുകിയുടെ പേര് പറയണ മാതിരിയല്ല, കാമുകിയല്ല. യാ ഐനാ മർദിയ, എന്നെ വിടല്ലേ, എന്നെ പറഞ്ഞു വിടല്ലേ. കൂട്ടുകാരൻ അടിച്ചു. എന്താ സഈദ് ബിൻ സഈദ് പിച്ചും കൈയും പറയുന്നു? ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ. സഈദ്, നീ എന്താ പറഞ്ഞത്? കൂട്ടുകാരാ, ഞാൻ ഈ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു, ഒരു വല്ലാത്ത സ്വപ്നം കണ്ടു.
എന്താണ് സയ്യിദേ? ആ സ്വപ്നം ഞാൻ പറയില്ല കൂട്ടുകാരാ, എന്നോടൊന്ന് പറയണേ സയ്യിദേ. സയ്യിദ് റളിയല്ലാഹു തആല പറഞ്ഞു, കൂട്ടുകാരാ ഞാൻ ആ സ്വപ്നം പറയില്ല. ഒരു കാര്യം നിങ്ങൾ ആണും പെണ്ണും കേട്ടോളി, കാണുന്ന സ്വപ്നമല്ല എല്ലാവരോടും പറയാൻ പാടില്ല. കാണുന്ന സ്വപ്നം എല്ലാരോടും പറയാൻ പാടില്ല കേട്ടാ. ഇങ്ങനെ നോക്ക്, ചില പെണ്ണുങ്ങള് സ്വപ്നവ്യാഖ്യാനത്തിന്റെ പുസ്തകം തലയുടെ അടി വെച്ചോണ്ട് കിടക്കും. കണ്ട ഉടനെ എഴുന്നേറ്റ് തുറന്നു. സ്വപ്ന വ്യാഖ്യാനം എല്ലാരോടും പറയാൻ പാടില്ല. സ്വപ്നം ഞാനല്ല, ഖുർആൻ. ഇത് അഹമ്മദ് കബീർ ഗൂഗിളിൽ നിന്ന് പറഞ്ഞല്ല, ഖുർആൻ. യാക്കൂബ് നബി യൂസുഫ് നബി സ്വപ്നം കണ്ടപ്പോ യാക്കൂബ് നബി പറഞ്ഞു, മോനെ ലാ തഖസ്സുസ് റുയാക അലാ ഇഖ്വതിക, ഈ സ്വപ്നം നിന്റെ സഹോദരങ്ങളോട് പറയരുത് മോനെ. ആരോട് പറഞ്ഞാൽ നിന്റെ കൂടെ പറപ്പുകളോട് പറയരുത്. ഈ ആയത്തിന് തഫ്സീറുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ ആദ്യം അസൂയ ഉണ്ടാകുന്നത് സ്വന്തത്തിൽ നിന്നാണെന്ന് വിശുദ്ധ ഖുർആൻ. പഠിച്ചോളിയും. ഖുർആൻ പഠിക്കാൻ ആർക്കെങ്കിലും പറ്റില്ല, പഠിച്ചോളിയും. മോനെ യൂസുഫേ, ഈ സ്വപ്നം നീ ആരോടും പറയാൻ പാടില്ല. നിന്റെ സഹോദരങ്ങളോട് പ്രത്യേകിച്ച് പറയരുത്. കാരണം ഒരാൾക്ക് ഒരു നേട്ടവും ഒരു വളർച്ചയും ഉണ്ടായാൽ ആദ്യം അസൂയ ഉണ്ടാകുന്ന കൂട്ടത്തിൽ നിന്നാവും, പിന്നെ നാട്ടുകാർക്കുണ്ടാവും. ഖുർആൻ എന്റെ വകയല്ല, നിങ്ങൾ ആരും എന്നെ തുറച്ചു നോക്കാൻ വേണ്ട. ഞാൻ ഇതിപ്പോ എവിടെയും പറയും. എന്നെ സംബന്ധിച്ചോളം പറയണേ ഒരാളുടെ മുഖം ഞാൻ നോക്കൂല. അതുകൊണ്ട് ആരും പലതും പറഞ്ഞേക്കാം, അതൊരു വിഷയമല്ല. അത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അലാ ഇഖ്വതിക, സഹോദരങ്ങളോട് പറയരുത്. കാരണം പറഞ്ഞാൽ ആദ്യ അസൂയണ്ടാണ് കൂട്ടത്തിൽ നിന്ന്, പിന്നെ വെളിയിൽ നിന്നുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ഹസദീന്ന്, ഐനീന്ന്, സിഹ്റിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറയാത്തതൊന്നുമില്ല. സ്വപ്നം പറയരുത്, സ്വപ്നം പറയരുത്. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കരുത് എന്ന് ലോകത്ത് ആദ്യ ട്രാഫിക് നിയമം പറഞ്ഞ ഗ്രന്ഥം ഖുർആനാണ്. സമയിലെല്ലാം പറഞ്ഞു തന്നെ 1 മുതൽ 12 വരെ NLC പഠിപ്പിച്ചിരുന്ന ഖുർആനാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഖുർആൻ പഠിക്കണം. ഖുർആൻ മയ്യത്തിന്റെ അടുത്ത് അതാണ് മാത്രമല്ല, പറയാൻ സമയമില്ല. എപ്പോ പറയാൻ 1 മുതൽ 12 വരെ എണ്ണം പഠിപ്പിച്ചേക്കണം ഖുർആൻ. നിങ്ങൾ പറഞ്ഞാരാ? ടീച്ചർ പോയി 1ാം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ മക്കളെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് ടീച്ചർ അല്ല പഠിപ്പിച്ചത്, നിന്റെ ഖുർആൻ. കേട്ടോളി. നമുക്ക് ധൃതിയുണ്ടോ പോകാൻ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും ദൂരെ പോകേണ്ട ഞാനല്ലേ. എന്നാ ഇങ്ങോട്ട് നോക്കോളി. اثنين فيكونون ثلاثة فخذ 4 من الطير ويكونون 5 الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا 8 أزواج وكان في المدينة 9 رهط تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. ഞാനിപ്പോ ഓതിയത് 12 ആയത്താണ് ഖുർആനിലെ 12 സ്ഥലത്ത്. ഒറ്റ ആയത്തല്ല ഇത്. 1 മുതൽ 12 വരെ ഉണ്ട്. ഇവിടെ അറബി അറിയാവുന്നവർക്ക് അറിയാം ഇല്ലേ? എന്നാ എന്റെ കൂടെ എണ്ണ 1 മുതൽ 12 വരെ ഖുർആൻ എണ്ണ സംഖ്യ പഠിപ്പിക്കുകയാണ്. പറയാനായിട്ട് എനിക്ക് ഒരാൾ അതിന്റെ ചാർജ് പോയിട്ട് ക്ലിക്ക് എടുത്താണ്. 38 വർഷം. വാഹിദ് എന്റെ കൂടെ എണ്ണ എന്നാലേ പറയുള്ളൂ. വാഹിദ് 1 സൂറത്തുൽ ബഖറ ഫഅർസൽനാ ഇലൈഹിം ഇസ്നൈൻ. സൂറത്ത് യാസീൻ ഇസ്നൈൻ പാറമനുഷ്യന്മാര് ഇസ്നൈൻ. 2 സയഖൂലൂന സലാസ. സൂറത്തുൽ കഹ്ഫ് 3. 3 فخذ 4 من الطير 4. على سورة آل عمران سيكونون 5. 5 سورة الكهف الذي خلق السماوات والأرض وما بينهما في 6 أيام. 6. 6 سورة القصص الذي خلق 7 سماوات طباقا الذي خلق 7. سورة نوح 8 أزواج 8. 8 سورة الأعراف وكان في المدينة 9 رهط 9. 9 سورة القصص تلك 10 كاملة
അശറ 10 സൂറത്തുൽ ബഖറ ഇന്നി റഅയ്തു 11 കൗകബ 11 സൂറത്തു യൂസുഫ് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ 12 സൂറത്ത് തൗബ. ഇനി പറ കുട്ടികളെ, നിനക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഒന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത് പഠിക്കണം, ഖുർആന്റെ ആഴത്തിലൂടെ ഇറങ്ങണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഇതാണ്. പക്ഷെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സൈലൻസറിന്റെ ട്രാഫിക് നിയമം ലോകത്ത് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം ഖുർആനാണ്. ആർടിഒ അല്ല. സൈലൻസറിന്റെ പൂട്ട് കട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ അവിടെ പൾസർ 220 ഒക്കെ മേടിച്ചിട്ട് കുട്ടികള് ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് വെടികൊണ്ട വെരിക്ക് പോണമാര് 4 മണിക്ക് കോളേജിന്റെ മുമ്പേ കൂടെ അവനിങ്ങനെ ഇരിക്കണാണ്. ഈ കുളത്തിന്റെ അടുത്ത് തവള ഇരിക്കണോ ഇങ്ങനെ, എന്നിട്ടൊരു പോക്ക പാടില്ല, പൊല്യൂഷൻ പാടില്ല. ഖുർആൻ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് ഉപദേശം കൊടുക്കുമ്പോൾ ട്രാഫിക് നിയമം പറഞ്ഞു കൊടുക്കാൻ സൂറത്തുൽ ലുക്മാൻ, മോനെ നീ എല്ലാം ചെയ്യുമ്പോ ഓവർ സ്പീഡ് പാടില്ല മോനെ. സ്പീഡിൽ വെച്ച് 40 ആണെങ്കിൽ 40 മുകളിലോട്ട് പോകരുത് മോനെ. നിന്റെ സഞ്ചാരത്തിന് മിതത്വം പാലിക്കണേ. ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് സഞ്ചരിക്കല്ല മോനെ. സൈലൻസറിന്റെ പൂട്ട് കെട്ട് ചെയ്തിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കി ബൈക്ക് ഓടിക്കുന്നത് ഹറാമാണെന്ന് വിശുദ്ധ ഖുർആൻ. സംവാദത്തിലുണ്ട് വായന്റെ അടുക്കൽ ഖുർആൻ. മോനേത് പാടില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇനി ഒരാൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കഴുകിയിടണം. പൊടിയുമായി ചെളിയുമായിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞോണ്ടാണ് ഗബീർ വാക്ക് ആർക്കും കണ്ടുകൂടാ. അയാൾക്ക് വണ്ടി ഉണ്ടോടാ പറയണത്. ഒട്ടകത്തെയും കുതിരയെയും നിങ്ങൾക്ക് ഞാൻ തന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് സഞ്ചരിക്കാനും ഭംഗിയോടെ കൊണ്ടു നടക്കാനും. ഒട്ടകത്തെ കുളിപ്പിക്കണം. അന്നത്തെ വാഹനം ഒട്ടകവും കുതിരയാണ്. അതിനെ ഭംഗിയോടെ കുളിപ്പിച്ചു കൊണ്ട് നടക്കണേ. നിനക്ക് വാഹനമുണ്ടെങ്കിൽ വസീനാത് നിന്റെ അലങ്കാരമാണ്. അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അത് കഴുകി വൃത്തിയാക്കി സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ കൊണ്ട് നടക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഖബർ പറഞ്ഞ് നരകം പറഞ്ഞ് പേടിപ്പിച്ച ഖുർആനാണ് ഇതും പറഞ്ഞു വന്നത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആ ഖുർആനാണ് പറഞ്ഞത്. ഇത് നമുക്ക് പിന്നീട് നാളെ ഇൻഷാ അല്ലാഹ് കുറെ രഹസ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇന്ന് സമയം കുറവ്. പറഞ്ഞു ആരോട് സ്വപ്നം പറയാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കാൻ സമയറേ. കൂട്ടുകാരൻ പറഞ്ഞു, അപ്പൊ നിങ്ങളോട് ഒരു അറിവ് പറഞ്ഞു എന്നോട് ഇത്രയും നേരം വന്നതല്ലേ. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോഴാണ് ആ സഹാബിയുടെ പേരെന്താ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞേ ഉറക്കപ്പറ. ആ സയ്യിദ് മനസ്സ് എനിക്കും മറന്നിട്ടല്ല. നമുക്ക് ഓർമ്മയുണ്ടോ ഞാൻ പരിശോധിച്ചാൽ. നല്ല ആളുകൾ, നല്ല ഓർമ്മയുള്ള ആളുകളാണ്. തൃശ്ശൂർക്കാർക്ക് ചങ്ങാതിക്ക് ഓർമ്മയില്ല. ചങ്ങാതിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ ആ സ്വപ്നം ഏതാണെന്ന് രാത്രിയിൽ നിന്ന് ഞാൻ ഉറങ്ങുമ്പോ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ സ്വപ്നത്തിന്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഞാൻ മരിച്ചിട്ടല്ലാതെ ഇതാരോട് നീ പറയില്ല കൂട്ടുകാരാ. നിങ്ങൾ മരിച്ചിട്ടല്ലാതെ മറ്റൊരാൾ ഈ സ്വപ്നത്തിന്റെ കഥ ഞാൻ പറയുന്നില്ല. ഡിമാൻഡില് മാനവറുകള് കഥ പറയുകയാ, തന്റെ സ്വപ്നം പറയാ. മറന്നു പോകുന്ന ഒരു സ്വപ്നത്തിന്റെ കഥ മഹാനായ സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദേ നിനക്ക് സ്വർഗ്ഗമാണെന്ന് മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മാനവറുകൾ. ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ സ്വർഗ്ഗം കണ്ടുപോയി. ആ സ്വർഗ്ഗത്തിൽ ഞാൻ നോക്കുമ്പോ അല്ലാഹു മനുഷ്യന് വെച്ച് തന്ന അനുഗ്രഹത്തിന്റെ കലവറ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ഒരു വൃക്ഷത്തിന്റെ ചുവട്ട് അപ്സരസുകളെ പോലെ കുറെ സുന്ദരി പെണ്ണുങ്ങൾ നിൽക്കുകയാ. അവരെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, സുന്ദരി പെണ്ണുങ്ങളെ നിങ്ങളാണോ ഹബീബായ നബി നിങ്ങളെ ഞങ്ങൾ കോതി പഠിപ്പിച്ചതെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ചിപ്പിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മുത്തുകളെ പോലെ തോന്നുന്നുണ്ട്. സ്വർഗത്തിന്റെ ഹൂറി പെണ്ണുങ്ങളെ നിങ്ങളാണോ? സ്വർഗത്തിന്റെ ഹൂറി പെണ്ണുങ്ങളെ നിങ്ങളാണോ എന്ന് ചോദിക്കവേ
അവര് പറഞ്ഞു ചെയ്തേ ഞങ്ങൾ ഹൂറികളല്ല, ഞങ്ങൾ സ്വർഗത്തിന്റെ ഹൂറികളെ വേലക്കാരികളാ. ഹൂറി പെണ്ണുങ്ങൾ ഈ താഴ്വരയുടെ മറുഭാഗത്താണ് നിൽക്കുക. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹൂറികളെ കാണാൻ സ്വർഗത്തിന്റെ മറുതാഴ്വരയിലേക്ക് ഞാൻ പോയപ്പോ അവിടെ സ്വർഗത്തിന്റെ സിദ്ർ വൃക്ഷത്തിന്റെ ചുവട്ട് ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുകയാ. അവളുടെ മുഖം കണ്ടാല് 14 രാവിലെ പൗർണമി ചന്ദ്രനെ പോലെ പോകുന്നുണ്ട്. ആര് കണ്ടാലും തൊടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് നിൽക്കുകയാ. അവളുടെ അടുക്കിലേക്ക് പോയിട്ട് ചോദിച്ചു, പെണ്ണേ നീ ആരാ? പറഞ്ഞു, അനമിനെ സ്വർഗത്തിന്റെ ഹൂറികളിൽപ്പെട്ട ഒരു പെണ്ണ. എന്റെ പേരെന്താണ് പെണ്ണേ? എന്റെ പേരാണ് ഐനാ മർദിയ. എന്റെ പേരാണ് ഐനാ മർദിയ. ഈ പേരാണ് സയ്യിദ് റളിയല്ലാഹു തആല ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത്. ഐനാ മർദിയ, എന്നെ പോന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മാറ്റിവിടല്ലേ. ചോദിച്ചു, നീ ആരാണ് പെണ്ണേ? ഞാൻ നിന്റെ സ്വർഗത്തിന്റെ ഭാര്യയാണ് സയ്യിദ്. ഈ പരലോകത്ത് വരുമ്പോ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് വെച്ചിരിക്കുന്ന ഭാര്യയാണ് ഞാനെന്ന് മഹദി അവറുകൾ മറുപടി പറയുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല കൂട്ടുകാരനോട് സ്വപ്നം വിവരിക്കുകയാ. സ്വർഗത്തിൽ തന്ന ഭാര്യയാണെന്ന് എനിക്ക് ഉറപ്പായപ്പോ അവളെ ഒന്ന് തൊടാൻ ഞാൻ എന്റെ കൈ കൊണ്ടവളുടെ ശരീരത്തിലേക്ക് തൊടാൻ പോയപ്പോ ആ സമയത്ത് ആ കൈ തട്ടി മാറ്റിയിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഇല്ല സയ്യിദ്, സ്വർഗത്തിന്റെ ഭാര്യ നീ പോലും ദുനിയാവിലാണുള്ളത്. ഇപ്പൊ നിനക്ക് ഞാൻ ഹലാലല്ല, ഇപ്പൊ ഞാൻ നിന്റെ ഭാര്യയല്ല. നീ മരിച്ചിട്ട് സ്വർഗത്തിൽ വന്നാലേ ഞാൻ നിന്റെ ഭാര്യയാവൂ. ഇപ്പൊ നീ ദുനിയാവിലാണ് സയ്യിദ്. അതുകൊണ്ട് ദുനിയാവിലേക്ക് തിരികെ പൊക്ക സയ്യിദ്. ആ പ്രിയപ്പെട്ട സ്വർഗത്തിന് എന്റെ ഭാര്യ ദുനിയാവിലേക്ക് തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞു, മഹല്ലിനി യാ മർദിയ, എന്നെ ദുനിയാവിലേക്ക് തിരിച്ചുവിടല്ലേ, എന്നെ ദുനിയാവിലേക്ക് തിരിച്ചുവിടല്ലേ. ഞാൻ പോവുകയില്ല. അതാണ് ഉറക്കത്തിന് കിടന്ന് വിളിച്ചു പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മളെങ്ങാണ് കണ്ണുകൊണ്ട് സ്വർഗം കണ്ട പിന്നെ ദുനിയാവിലെ ഭാര്യ നമ്മൾ ഉപേക്ഷിച്ച് കളയും, ആ ദുനിയാവിലെ ഭർത്താവിനെ നമ്മൾ ഉപേക്ഷിച്ച് കളയും. നമ്മുടെ മക്കളെ പോലും നമ്മൾ വേണ്ടാന്ന് പറയും. എനിക്കെന്റെ സ്വർഗം മതി, എനിക്കെന്റെ സ്വർഗം മതി. അത് ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രസംഗത്തിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതല്ല നമ്മുടെ കൺമുമ്പിലെത്തുന്ന കിളക്കണ്ട പൂട്ടണ്ട അവയിൽ കൊല്ലണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കൈവെള്ളയിലെത്തി തരുന്ന സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ ആ സമയത്ത് ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണ് എന്റെ ദുനിയാവിലേക്ക് തിരിച്ചു വിട്ടാൽ എന്നാണ് ഞാൻ ഇനി സ്വർഗത്തിലേക്ക് വരിക? നീ എന്നോട് പറഞ്ഞു, 3 ദിവസം മാത്രമേ ഇനി നിങ്ങളുടെ മരണത്തിനുള്ളൂ. 3ാമത്തെ ദിവസം നിങ്ങൾ മരണപ്പെടുമെന്ന് ആ പെണ്ണെന്നോട് പറഞ്ഞിട്ടാ വിട്ടത്. ചെറുപ്പക്കാരാ, 3ാമത്തെ ദിവസം മരണം ഉറപ്പിച്ചിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല ഇത് പറയുന്ന ദിവസം ഒരു തിങ്കളാഴ്ചയാണ്. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ദിവസമായി 3ാമത്തെ ദിവസം അതാ മഗ്‌രിബിന്റെ സമയത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. സയ്യിദ് റളിയല്ലാഹു തആല പടവാൾ വെട്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോ സ്വപ്നത്തിൽ കണ്ട ഹൂറി പെണ്ണ് പ്രവചിച്ച 3ാമത്തെ ദിവസമായി മഗ്‌രിബിന്റെ സമയത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. 3ാമത്തെ ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുവല്ലേ, 3ാമത്തെ ദിവസം അവസാനിക്കുന്നുവല്ലോ. അന്നത്തെ ദിവസം സയ്യിദ് റളിയല്ലാഹു തആല സുന്നത്ത് നോമ്പ്, കാരണം ഒന്ന് മരിക്കുമെന്ന് പറഞ്ഞ ദിവസമല്ലേ. സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് വെള്ളിയാഴ്ച രാവിലെ മരണത്തെ കാത്തിരിക്കുകയാ. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അർക്കകിരണങ്ങളും മുഖം പിടിക്കുമ്പോ മാനവകൾക്ക് നിരാശയായി. എന്റെ സ്വർഗത്തിലെ ഭാര്യയെ പുളുക, 3ാമത്തെ ദിവസം മരണമെന്ന് പറഞ്ഞിട്ട് മരണം വന്നില്ലല്ലോ. അതാ മഗ്‌രിബിന്റെ ബാങ്ക് മുടക്കാൻ സമയമായി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് ശത്രു വാൾ കൊണ്ടാഞ്ഞു വെട്ടി മാനവകളുടെ കഴുത്ത് മുറിഞ്ഞ് രക്തം തടന്തല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹു അതാ രക്തക്കളം മുടിലേക്ക് മറിഞ്ഞു വീഴുന്നു. സഹാബത്തോടി വന്നിട്ട് വെള്ളമെടുത്തിട്ട് സയ്യിദ് നോമ്പ് തുറക്കൂ സയ്യിദ്, നോമ്പ് തുറക്കൂ സയ്യിദ്,
കഴുത്തിലൂടെ രക്തം തടന്തല്ലാ തുടങ്ങുമ്പോ വെട്ടേറ്റ കൈകൾ കാണിച്ചിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് നോമ്പുകാരനായിട്ടിരിക്കും എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോകണം, എനിക്ക് എന്റെ അല്ലാഹുവിനെ കാണണം. ഞാൻ നോമ്പുകാരനായി സുബഹി മുതൽ മഗ്‌രിബ് വരെ നമാസം പുരിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നോമ്പുകാരനായിട്ട് എനിക്ക് മരിക്കണം കൂട്ടുകാരാ. കൊണ്ടുവന്ന് ചുണ്ടിലേക്ക് വെച്ച വെള്ളപ്പാത്രം തട്ടിക്കളഞ്ഞ് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു സൂര്യൻ അസ്തമിച്ചു, മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സയ്യിദ് റളിയല്ലാഹു തആല 3 ദിവസം മുമ്പ് സ്വപ്നം കണ്ടതുപോലെ 3ാമത്തെ ദിവസം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. എനിക്ക് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അൽഹാകുമുത് തകാസുർ ഹത്താ അസ്റതുൽ മഖാബിർ, ഒരു ദിവസം പള്ളിക്കാട്ടിൽ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ അതിൽ സുന്നത്ത് നോമ്പ് പിടിച്ച് ശഹാദത്ത് കലിമ ചൊല്ലി അവസാനം സ്വപ്നം സ്വർഗത്തെ സ്വപ്നമെങ്കിലും കണ്ട് റബ്ബേ നീ നിനക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ രാത്രി ഇതേവരെ ഈ ചൂട് സഹിച്ചിരുന്ന ഈ ജനത ഞാനും നിങ്ങളും അടക്കം ദുആ ചെയ്യുക. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് സ്വർഗം സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാഹ്. ദുആ ചെയ്ത് നമുക്ക് പിരിയാൻ തരണേ അല്ലാഹ്. കടിമല്ല സഹോദരങ്ങളെ, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ 912 നമ്പർ റൂം സക്കറാത്തിന്റെ വേദനയിൽ പടയുന്നു. ശിഷ്യന്മാര് വന്ന് കാത്തു നിൽക്കുന്നു. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വെളിയിലേക്ക് പൊക്കോ, എന്നെ സന്ദർശിക്കാൻ കുറെ ആളുകൾ വരുന്നുണ്ട്. ശിഷ്യന്മാര് നോക്കി ആരും വന്നിട്ടില്ല. ഇറങ്ങിപ്പൊക്കോ. ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾ വാതിലടച്ചിട്ട് വെളിയിലിറങ്ങി. ജനലിലൂടെ നോക്കുമ്പോ ഒരാളും വന്നിട്ടില്ല. പക്ഷേ ഉസ്താദ് അവர்கள் ഉറക്കെ വിളിച്ചു പറഞ്ഞു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. ശിഷ്യന്മാർ ഓടിച്ചെന്ന് ചോദിച്ചു, ഉസ്താദേ ആരാ വന്നത്? എന്നെ കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നു. അവരെന്നോട് സലാം പറഞ്ഞപ്പോ ഞാൻ സലാം മടക്കിയടാ. ഇത് സഹാബത്തിന്റെ ചരിത്രമല്ല, ഇത് താബീങ്ങളുടെ ചരിത്രമല്ല. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 912 നമ്പർ റൂമിൽ മരിക്കുന്നതിന് മുമ്പ് ആരും കാണാതെ ചുറ്റുവട്ടത്ത് നിന്ന മലക്കുകളോട് സലാം പറഞ്ഞു. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദാ, മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദാ. മരിക്കേണ്ട സഹോദരങ്ങളെ, ആ മരിക്കുന്ന സമയത്തും മലക്കുകളോട് സലാം പറഞ്ഞ് മക്കള് കരയാൻ പറഞ്ഞാലും ഭാര്യ കരയാൻ പറഞ്ഞാലും ഭർത്താവ് കരയാൻ പറഞ്ഞാലും സ്വയം സ്വർഗത്തെ കണ്ട് സന്തോഷത്തോടെ പിരിയാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. അങ്ങനെ ജീവിച്ചവർക്ക് അല്ലാഹു ഈ ഭാഗ്യം നൽകും. ഈ ദുനിയാവല്ലവരുടെ സ്വർഗമാണ് വരട്. ഒരു സഹോദരി 6666 രൂപയും ഒരു സ്വർണ്ണവള ഞാൻ ചോദിച്ചിട്ടല്ല. വരുന്നിട്ട് ആരുടെയോ കയ്യിൽ കൊടുത്തതാണ്. ഏത് പെങ്ങളെന്നറിയില്ല, ഏത് സഹോദരി എന്നറിയില്ല. 6666 കനമുള്ള സ്വർണ്ണവളയും റബ്ബേ ഈ സദസ്സിലേക്ക് അവര് സദഖ ചെയ്തിരിക്കുകയാണ്. റബ്ബേ നീ ആ സഹോദരിക്ക് നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണവള പകരം കൊടുക്കണേ അല്ലാഹ്. അവരെ പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. നാളെ നാം ഖബറിൽ കിടക്കണമെന്നുള്ള ബോധമുണ്ടാകണം. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമ്പോ ഒരു റക്അത്തിൽ ആരെങ്കിലും സൂറത്ത് തകാസുർ ഓതിയാൽ അവന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുമെന്ന്. മുൻകരിന്റെയും നക്കീറിന്റെയും ചോദ്യ സമയത്ത് അവന് ശരിയായ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയും. സുന്നത്ത് നമസ്കാരങ്ങളെ സൂറത്ത് തകാസുർ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
സുന്നത്ത് നിസ്കരിക്കുമ്പോ ഒരു റകഅത്തിൽ സൂറത്തുൽ തക്കാസുർ ഓതുക. ഈ പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്താൻ പറ്റിയത് നാളെ ഇൻഷാ അല്ലാഹ് കല്ലാ സൗഫ തഅലമൂ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. നമ്മൾ അറിഞ്ഞു ലതറവുന്നൽ ജഹീം, ജഹീമിനെ നിങ്ങൾ കാണുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ കാണുന്ന മഹാമനുഷ്യനെ പോലെ മരിക്കുന്ന സമയത്ത് 5000 പേര് വെച്ച് 35 പ്രാവശ്യം മയ്യത്ത് നിസ്കരിച്ച് അവസാനം മയ്യത്ത് നിസ്കാരം നിർത്തി എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്യപ്പെട്ട ഒരു മയ്യത്താണ് ഈ നിൽക്കുന്ന നറുനിലാവ് പോലെ പുഞ്ചിരിച്ച ശിഹാബ് തങ്ങൾ. അതേപോലെ ലോകത്തിൽ നിന്ന് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.